വിശ്വാസം കൂടാതെ ദൈവത്തെ കിട്ടില്ല. Without faith it is impossible to please God. Anyone must come to him, must believe that he is a rewarder of those who diligently seek him. വിശ്വാസം എന്ന കണ്ടക്റ്റിൽ കൂടെ പറിച്ചെടുത്തുള്ളൂ. ഞാൻ നല്ല ഉദാഹരണമാണ് പറഞ്ഞതെന്ന്. തടി വെച്ചാൽ തടിക്കകത്തൂടെ കറണ്ട് പാസ് ചെയ്യത്തില്ല. കയറ് കെട്ടിയെന്ന് പറഞ്ഞാലും കയറിനകത്തൂടെയും പാസ് ചെയ്യത്തില്ല. അതിന് പ്രതികളുടെ വയറിൽ കൂടെ മാത്രമേ ഇത് പാസ് ചെയ്തു, പവർ പാസ് ചെയ്തു. അതാണ് നമ്മൾ കർത്താവിന് വേണ്ടി നമ്മൾ ഗുഡ് കണ്ടക്ടർ ആയിരിക്കണം. വിശ്വാസം എന്ന വഴി കൂടെ ഈ ദൈവത്തിന് എന്തെങ്കിലും പ്രവർത്തിക്കാനൊക്കെ തോന്നും. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. അപ്പം അങ്ങനെ നോക്കണേ, വിശ്വാസം ഉത്ഭവിക്കാത്ത എല്ലാം പാപമാണ്. എന്താ ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട്, വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്ത പാപമാകുന്നു. അതിന്റെ റെഫറൻസ് എവിടാ? റോമർ 14:23. വായിച്ചേട്ടെ വാക്യം വായിച്ചേട്ടെ. വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. വിശ്വാസം അങ്ങനെ വരുന്നു. വിശ്വാസം കേൾവിയാൽ, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ഒരുവൻ വിശ്വാസം വരുന്ന വചനത്താല. അപ്പം വിശ്വാസം ഉത്ഭവിക്കാത്ത എല്ലാം പാപം. ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ വചനത്തിൽ കൂടെ പ്രവർത്തിക്കത്തില്ല. അവൻ വചനമായിട്ട് അവരെ സൗഖ്യമാക്കുന്നു. വിശ്വാസം എങ്ങനെ വരുന്നു? വിശ്വാസം വചനത്താലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, വചനത്താൽ ഉത്ഭവിക്കാത്ത എല്ലാം പാപമാണ്. വചനക്കൂടെ വിശ്വാസം വരുന്ന, വിശ്വാസത്താൽ ഉത്ഭവിക്കാത്ത എല്ലാം പാപം. അപ്പൊ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ആധാരമായിരിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ വചനമാണ്. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുള്ള വചനം ദൈവമാണ്. അപ്പം വചനമായിരിക്കണം നമ്മുടെ. ഞാൻ എപ്പോഴും ചോദിക്കുന്ന വിഷയമാണ്, ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? വചനത്തിൽ കൂടെ സംസാരിക്കുന്നത്. ദൈവം നമ്മളോട് എന്തെങ്കിലും പറയുന്നെങ്കിൽ ആ വചനത്തിൽ കൂടാ. അതിനാ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് നമുക്ക് റെഫറൻസ് വരും. വചനത്തിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. അതിനാ നമ്മൾ യോശുവയോട് ദൈവം പറഞ്ഞ്, എന്റെ വചനം നീ രാപ്പകല് ഇടവിടാതെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നീ ചെയ്യുന്ന പ്രവൃത്തി എല്ലാം നീ സാധിക്കും. You shall meditate my word day and night, then thou shalt make thy way prosper. യോശുവയോട് ദൈവം പറഞ്ഞു, ഏറ്റവും കാർഡല്ല ചോദിച്ചാൽ ഐഫോൺ തരാമെന്നല്ല പറഞ്ഞു, നീ എന്റെ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നോളാം. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ വായിക്കുന്നത്, രാജാക്കന്മാരെ ദൈവം ആക്കി ഒരു സ്ഥാനത്ത് ആക്കിയെങ്കിൽ അവരുടെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആ വാക്യം അറിയാമോ? ഓർമ്മയുണ്ടോ വാക്യം? രാജാക്കന്മാരെ ആക്കി കഴിയുമ്പോൾ അവരോട് ദൈവം കൊടുത്ത കൽപ്പന എന്താണെന്നറിയാമോ? സ്തോത്രം, എടുത്ത് വായിക്കണേ, മറക്കല്ല വാക്യം, നല്ലൊരു വാക്യമാണ്. ന്യായപ്രമാണത്തിന്റെ കോപ്പി എഴുതിയിട്ട് വായിച്ചത് വാക്യം. ആവർത്തന പുസ്തകം 17-ാം അധ്യായം 18, 19, 20 വാക്യം. മറന്നു പോകരുത് ഈ വാക്യം, ഭയങ്കര വാക്യമാണ്. വായിച്ചേട്ടെ. ആവർത്തന പുസ്തകം ആവർത്തന പുസ്തകം 17-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യം. വേഗം വായിച്ചേട്ടെ. അവൻ തന്റെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ന്യായപ്രമാണം വാങ്ങി അതിന്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതി എടുക്കണം. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളുമാണ് പ്രമാണിച്ചു നടന്ന് തന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിനെ അവന്റെ കൈവശം ഇരിക്കുകയും അവന്റെ ഹൃദയ സഹോദരന്മാർക്ക് മീതി അഹങ്കരിച്ച് ഉയരാതെയും അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവന്റെ പുത്രന്മാരും ഇസ്രായേലിന്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തന്റെ ആയുഷ്കാലമൊക്കെയും അവയെ വായിക്കുകയും വേണം. കണ്ടോ, ഇത് നമ്മൾ മറന്നുപോലെ ഈ വാക്യം. രാജസ്ഥാനത്ത് ഒരാളെ രാജസ്ഥാനത്ത് ഒരാളെ ആക്കുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം കൊടുത്ത കൽപ്പന എന്തോന്നറിയാമോ? കൽപ്പന എന്ന് പറഞ്ഞാൽ അവൻ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ഈ ന്യായപ്രമാണം വാങ്ങി അതിന്റെ ഒരു പകർപ്പ് പുസ്തകത്തിൽ എഴുതിയെടുക്കണം. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച്
നടന്ന് തന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അവന്റെ കൈവശം അതിരിക്കണമെന്ന്. ഞായറാഴ്ച ദിവസം യോഗത്തിന് പോകുമ്പോൾ ഇരിക്കണമെന്നല്ല, എപ്പോഴും അവന്റെ കയ്യിലിരിക്കണം. അവന്റെ കയ്യിലിരിക്കണം. എന്നാൽ അവന്റെ ഹൃദയം സഹോദരന്മാർക്ക് മേലെ അഹങ്കരിച്ചുയരാതിരിക്കേണ്ടത്. വചനമുണ്ടോ അഹങ്കാരം വരത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ സാക്ഷാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ. If you continue in my word, you shall be my disciple indeed. You shall know the truth and the truth will set you free. ആ വചനത്തിൽ യഹോവയെ ഭയപ്പെടാൻ പഠിക്കണം. അത് അവന്റെ കൈവശം ഇരിക്കണം. എപ്പോഴും കൈവശം ഇരിക്കണം. എന്തോ ഇരിക്കണം? വചനം. രാജാവാണ്, കൈവശം ഇരിക്കണം. അവന് പിന്നെന്റെ കാര്യം എന്ന് പറയുമ്പോൾ കൈവശം ഇരിക്കണം. ഉദാഹരണം നോക്കിയിട്ട് അവന്റെ ഹൃദയം സഹോദരന്മാർക്ക് മീത് അഹങ്കരിച്ച് ഉയരുമെന്ന്. ഉയരാതിരിക്കേണ്ടതിന്, കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതിരിക്കേണ്ടതിന് അവന്റെ പുരുഷന്മാരും ഇസ്രായേലിന്റെ ഇടയിൽ ദീർഘകാലം രാജഭാരം ചെയ്യേണ്ടതിനുമായി അവൻ ആയുഷ്കാലമൊക്കെയും അത് വായിക്കണം. എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരി നട്ടി തക്കാലത്ത് ഫലം കായ്ക്ക് ഇടപാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കുമെന്ന്. ആരാന്നറിയാം? വചനത്തിൽ നിൽക്കുന്നവൻ. വചനത്തിൽ നിൽക്കുന്നവൻ, വചനത്തിൽ രസിക്കുന്നവൻ, വചനത്തെ ധ്യാനിക്കുന്നവൻ, അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കുമെന്ന്. തക്കകാലത്ത് ഫലം കായ് ഇലവാടാത്തുമില്ല. ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. നോക്കിക്കേ, ഒരു രാജാവിന്റെ കയ്യിലിരിക്കുന്ന വചനം. അപ്പോൾ അതുകൊണ്ട് നോക്കിയേ, വചനത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത എല്ലാം പാപം. വചനം എവിടെ ഇല്ലാവോ അവിടെ അഹങ്കാരം വരും. ഞാൻ എപ്പോഴും വായിക്കുന്ന വേറൊരു വാക്യം കൂടെ വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ ചേട്ടത്തിൽ വാക്യമുണ്ട്. കർത്താവിന്റെ അടുക്കൽ വന്ന് സ്തോത്രം എടുത്ത് വായിച്ചത്. അപ്പോൾ യോഹന്നാൻ ചേട്ടൻ 8-ാം അധ്യായം 36-37 വാക്യം വായിച്ചേ പ്ലീസ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയെന്ന് ഞാൻ അറിയുന്നു. എങ്കിൽ എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടവില്ലായിക്കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. പിതാവിന്റെ അടുക്കൽ നല്ല വാക്യമായത്. നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇന്ന ചർച്ചയിൽ പോകുന്നതാണ്. വലിയ ചർച്ച, 10,000 പേരുടെ ചർച്ചയിൽ 5,000 പേര് പോകുന്ന ചർച്ച, 1000 പേര് പോകുന്ന ചർച്ചയിലാണ് പോകുന്നത്. അതിനകത്ത് യാതൊരു മീനിങ്ങും ഇല്ല. നല്ലതാ വലിയ ചർച്ചിലൊക്കെ പോയി വലിയ ചർച്ചിലെ മെമ്പറാന്ന് പറയുന്നത് നല്ലത് തന്നെ. നിങ്ങൾ പറയുന്നു നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. അബ്രഹാമിന്റെ മക്കളാണെന്ന് ക്ലെയിം ചെയ്യുക. അത് ഇന്ന ചർച്ചിൽ പോകുന്നവരാ, ഞങ്ങൾ ഇന്ന ചർച്ചിലാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾ എന്നെ കല്ലെറിയാൻ നോക്കുന്നത് എന്താ കാര്യം? നിങ്ങളുടെ ഉള്ളിൽ വചനമില്ലെന്ന്. ഒന്നുകൂടെ ആ വാക്യം തന്നെ വായിച്ചിട്ട്, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയെന്ന് ഞാൻ അറിയുന്നുവെങ്കിലും എന്റെ വചനത്തിൽ നിങ്ങളിൽ ഇടവില്ലായിക്കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. പിതാവിന്റെ അടുക്കൽ മതി. നിങ്ങളുടെ ഉള്ളിൽ എന്തില്ലെന്നറിയാമോ? വചനമില്ല. വചനമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കല്ലെറിയുവാന്ന് തന്നെ. പലപ്പോഴും ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരാജയം. വചനമുണ്ടോ കല്ലെറിയത്തിൽ ആരെയും. വചനമില്ലായതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വേണ്ടാത്തൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് രാജഭാരം ഏൽക്കുന്ന രാജാവിനോട് പറയുന്നതാണ്, വചനം എപ്പോഴും നിന്നെ കയ്യിലിരിക്കണേ. അത് നീ വായിച്ചുകൊണ്ടിരിക്കണം. ചുമ്മാ ഇരുന്നാൽ പോരാ, അത് വായിക്കുകയും ചെയ്യണം. വായിച്ചാലുണ്ടല്ലോ സഹോദരന്മാരുടെ നേരെ നീ അഹങ്കരിക്കത്തില്ല. അഹങ്കാരം പോകുമെന്ന്. എവിടെ വചനമുണ്ടോ അവിടെ താഴ്മ പഠിക്കും. ദൈവത്തോട് കൂടെ നടക്കില്ലയോ? ഞാൻ സൗമ്യതയും താഴ്മയുള്ളതിനാകെ എന്റെ മുഖം ഏറ്റ എന്നോട് പഠിപ്പിക്കും. ദൈവത്തിലും വായിക്കുമ്പോൾ നമ്മൾ എന്തോ വായിച്ചിരുന്ന ഹമ്പിളായിരിക്കും. നമ്മൾ ആരുടെ മേളിൽ അഹങ്കരിക്കത്തില്ല. എപ്പോഴും അഹങ്കാരം കണ്ടുവെച്ച പടക അതിൽ കൂടെ കടക്കത്തില്ല. അത് നമ്മൾ പരിഹാസികളാകത്തില്ല. അതുകൊണ്ടാണ് 1-ാം സംഘത്തിൽ നിന്ന് വായിക്കുന്നത്, നിങ്ങൾ പരിഹാസികളുടെ കൂട്ടത്തിൽ ഇരിക്കരുത്. അപ്പം വചനം വായിക്കുന്ന പരിഹാസിയല്ല, ആരെയും പരിഹസിക്കുന്നില്ല. അപ്പം വചനത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത എല്ലാം പാപം. വിശ്വാസം എവിടെ നിന്നു? വചനത്താൽ വരുന്നു. വചനത്തിൽ ഉത്ഭവിക്കാത്ത എല്ലാം പാപമാണ്. അപ്പൊ നിങ്ങൾ വചനത്തിൽ നിലനിൽക്കണം. വചനത്തിൽ നിലനിന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും? വിശ്വാസം ഉണ്ടാകും. അപ്പം വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത എല്ലാം പാപമാണ്.
ഇപ്പം എബ്രായലേഖനത്തിൽ നമ്മൾ വിശ്വാസത്തെ പറ്റി വായിക്കുന്നത്. പിന്നെ അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. എപ്പോഴായി ഒടിഞ്ഞു പോകുന്നറിയാം? അവിശ്വാസം വരുമ്പം. എടുത്ത് വായിച്ചാൽ സിസ്റ്ററെ, റോമാലേഖനം 11:20-21 വായിച്ച് എപ്പോഴാ ഒടിയുന്നത് നോക്കട്ടെ. അവിശ്വാസത്താൽ അവ ഒടിഞ്ഞു പോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. ഞെളിയാതെ ഭയപ്പെട്ടോണം. അവിശ്വാസം വരുമ്പോഴാണ് ഒടിയുന്നത്. വിശ്വാസമില്ലെന്നോ? അവിശ്വാസത്തിന്റെ പ്രതിരോധ വന്നു കഴിഞ്ഞാൽ അവ ഒടിഞ്ഞു പോകും. വിശ്വാസത്താൽ നിലക്കുന്നു, ഞെളിയാതെ ഭയപ്പെട്ടോളാൻ. കാരണം നീ നിലനിൽക്കുന്ന വിശ്വാസത്താലാ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, കാഴ്ചയാലല്ല വിശ്വാസത്താൽ ജീവിക്കും. അപ്പൊ നമ്മൾ വിശ്വാസത്താലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഞെളിയാതെ ഭയപ്പെട്ടോണം. ഇനി നോക്കി വായിച്ചു നോക്കി സ്തോത്രം. ഇനിയും എസ്യാപ്രവചനം 28:16 വായിച്ച്. അത് നല്ലതാ. മൂവ് ചെയ്യുന്നതിന് സമയത്ത് ഓർത്തോണം. എപ്പോഴേലും മൂവ് ചെയ്യുമ്പോ ഈ വാക്യം വായിച്ചിട്ടാ മൂവ് ചെയ്യാവും. വായിച്ചേട്ടോ. കർത്താവ് ഇപ്രകാരം എന്നോട് അരുളി ചെയ്തു, കൂലിക്കാരന്റെ ആണ്ട് പോലെയുള്ള ഒരു ആണ്ടുജനം കേദാറിന്റെ മഹത്വമൊക്കെ ക്ഷയിച്ചു പോകും. കേദാര്യരിൽ വീരന്മാരായ വില്ലാളികളുടെ കൂട്ടത്തിൽ ശേഷിക്കുന്നവർ ചുരുക്കമായിരിക്കും. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. 28:16 അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. കണ്ടോ? വിശ്വസിക്കുന്നവൻ ഓടിപ്പോകത്തില്ലെന്ന്. മൂവ് ചെയ്യുന്നവരും വായിച്ചോണം ഈ വാക്യം. ഒരിടത്തുനിന്ന് പെട്ടെന്ന് മൂവ് ചെയ്യുന്നു. അവര് പോകുന്നു, ഇവര് പോകുന്നു. വിശ്വാസിയാണെന്നും ചോദിച്ചോണം ആദ്യം. ദൈവാത്മാവ് പറയുന്നെങ്കിൽ മാത്രമേ മൂവ് ചെയ്യാവൂ. വിശ്വസിക്കാത്തവനാ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകത്തില്ല. വിശ്വസിക്കാത്തവൻ ഓടിപ്പോകും, ഭയപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ദേശത്ത് ക്ഷാമം വന്നപ്പോൾ എല്ലാവരും മിസ്രൈമിലേക്ക് പോവാം. മിസ്രൈമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ഹാക്കിനും തോന്നി മിസ്രൈമിലേക്ക് പോകണമെന്ന്. ഇസ്ഹാക്കിനോട് ദൈവം പെർഫെക്റ്റ് ആയി സംസാരിച്ചു, നീ പോകരുത്, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ദേശത്ത് പാർത്തോളാൻ. ക്ഷാമമുള്ള ദേശത്ത് എങ്ങനെ പാർക്കുന്നു? ദൈവശബ്ദം കേട്ട് നീ ദേശത്ത് പാർക്കോളാം. ആ വാക്യം വായിച്ചത്, എനിക്ക് നിന്നോട് നിന്റെ പിതാവിനോട് ചെയ്ത് നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. നിനക്കും നിന്റെ സഭയ്ക്കും ഈ ദേശമൊക്കെയും തരൂ. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം നിവർത്തിക്കും. നിന്നോട് ചെയ്ത് സത്യം നിവർത്തിക്കും. നീ ഓടിപ്പോകരുത്. ഓടിപ്പോയാൽ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇതുകൊണ്ടാണ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചോണം. ദൈവശബ്ദം കേട്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ അവിടെ വലിയ വീടുണ്ടെന്നോ അതിനേക്കാളും ഫുള്ള് ജോലി തരാമെന്നോ ഇതൊന്നും മീനിങ്ങില്ല. ദൈവശബ്ദം കേൾക്കണം. എവിടെയെങ്കിലും മൂവ് ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. ഒരാഴ്ച പ്രാർത്ഥിക്കണം, ദൈവശബ്ദം കേട്ടോ. എന്നാൽ ശരി തോട്ടിൽ നിന്ന് ചോദ്യം ഏലിയാവ് ഖരാബത്തിലേക്ക് ഓടിപ്പോവാ. ദൈവശബ്ദം കേട്ടോ? കേട്ടു. ക്ഷാമം കൊണ്ട് കാക്ക വരുന്നോ വാക്ക് വന്നില്ല, വെള്ളവും തെറ്റി. കറക്റ്റ്. ദൈവശബ്ദം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. ദൈവശബ്ദം ഇല്ലെങ്കിൽ പോരുത്, അവിടെ തന്നെ ഇരുന്നു. അവിടെ തന്നെ ഇല്ല, കാക്ക പിന്നെയും വരും, ഒന്നും പേടിക്കണ്ട. അതൊരു ടെസ്റ്റാ. എന്നാൽ ദൈവശബ്ദം കേട്ട് സരാപത്തിലേക്ക് പോയി ഏലിയാവ് പോവാ. അയ്യോ, ഞാൻ പോയ സമയത്ത് ആകാബ് രാജാവ് എന്നെ തിരക്കി നടക്കുക. അതൊക്കെ നടക്കുക, വളരെ കറക്റ്റാ. പക്ഷെ നിന്നെ തൊടത്തില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അതിനോട് അടുത്ത് വരത്തില്ലെന്ന്. ദൈവം പറയുന്ന യാത്ര ചെയ്യുമ്പോഴുണ്ട് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ കിട്ടും. അത്യുന്നതിന്റെ മറവിലായിരിക്കും. ഒറ്റ കുഞ്ഞ് നിന്നെ തൊടത്തില്ല. ഒരു വഴിയായി കടന്നു വരും, 7 വഴിയായി മടങ്ങിപ്പോകും. ദൈവശബ്ദം കേട്ട് വേണം യാത്ര ചെയ്യാൻ. എന്നാൽ ഇസാഖ് ആ ക്ഷാമകാലത്ത് വിതയ്ക്കും. എന്തോ നീ പറയുന്നു, ഇവിടെ വെച്ചാൽ എന്തോ കിട്ടുമെന്ന് നമ്മൾ ചോദിക്കും. ഇല്ല, ഇസാഖ് എന്നല്ല, ആ ക്ഷാമകാലത്ത് വിതയ്ക്കും. ആ ആണ്ടിൽ തന്നെ എത്ര കൊയ്തു? 100 മേനി. 100 മേനിയാ കൊയ്യോ. ഇപ്പൊ മൂവ് ചെയ്തോളം വിചാരിക്കും, അയ്യോ ഇത് ഇവനെന്തൊരു പറ്റി. അത് ദൈവശബ്ദം കേട്ടെന്ന്. ദൈവശബ്ദം കേട്ടപ്പോൾ വചനം എന്തുവാ? വിശ്വസിക്കുന്നവൻ ഓടിപ്പോകത്തില്ല. അവര് ചെയ്യുന്ന പോലെ ഇവര് ചെയ്യുന്ന പോലെ അവരങ്ങോട്ട് പറയുന്ന പോലെ ഒന്നും പറയത്തില്ല. ഞാനൊരു വിശ്വാസിയാന്ന് പറഞ്ഞോണം.
ഞാൻ ദൈവശബ്ദം കേൾക്കുന്ന വ്യക്തിയാണ്. ഫുഡ് കണ്ടക്ടറായിട്ടിരിക്കുക. ദൈവം എന്നോട് പറയും ഞാൻ തടിയായിട്ട് ഇരിക്കുകയല്ല, മരവും തടിയും ഒന്നും അല്ല, ബിസിനസ് അല്ല ഇത്. ദൈവശബ്ദം കേട്ട് ദൈവശബ്ദത്തെ അനുസരിക്കുന്ന വ്യക്തിയായിട്ട് തീരണം. വിശ്വസിക്കുന്നതിന് ഓടിപ്പോവുകയില്ല. ഇനി പിന്നെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ യോഹന്നാനുസരിച്ച് റോമാലേഖനത്തിൽ സ്തോത്രം, റോമാലേഖനം 9:33 വായിച്ചിട്ട് ആരെങ്കിലും ഒരാൾ വായിച്ച് വേഗം വായിച്ച് കണ്ടില്ലയോ? റോമാലേഖനം 9:33 കർത്താവ് വേഗം വരുന്നു. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും സ്ഥലങ്ങൾ പറയിപ്പിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ലജ്ജിച്ചു പോകത്തില്ല, ഒരു കാലത്തിൽ ലജ്ജിക്കത്തില്ല. ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്? ലജ്ജിച്ച് പോകത്തില്ല. നോക്കിയ പ്രകാശിച്ച അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലെന്ന് നോക്കുന്ന കർത്താവിലേക്ക്. എല്ലാ കാരണം വചനമുണ്ടോ അവൻ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചാണല്ലോ എന്നെ സ്നേഹിക്കുന്നവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. ഞാനും എന്റെ പിതാവും ഞങ്ങൾ വന്ന് അവനോട് വാസം ചെയ്യും. അവിടെ വാക്യം യോഹന്നാനുസരിച്ച് 14 വാക്യം വായിച്ചു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. വാക്യം യോഹന്നാനുസരിച്ച് വാക്യം വായിച്ച് 14:15 എന്നെ സ്നേഹിക്കുന്നവർ അങ്ങനെയല്ല, അങ്ങനെ വാക്യം എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. 20:21 അത് കഴിഞ്ഞ് ഞങ്ങൾ അവനോടുകൂടി വാസം ചെയ്യുന്നു വാക്യമുണ്ട്. എന്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അത് 23. യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കുന്നവന്റെ കൂടെ ആര് വന്ന് താമസിക്കും? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ ഞങ്ങൾ വന്ന് വാസിക്കുന്നു. വാക്യം നോക്കിക്കേ. പിതാവും പുത്രനും പരിശുദ്ധാത്മ ഞങ്ങൾ വന്ന് വസിക്കുന്നു നിങ്ങളോട് നമ്മുടെ വീട്ടില്. കൽപ്പനകളെ പ്രമാണിക്കും. ഒരു വാക്യങ്ങളെ വാക്യം വായിച്ചിട്ട് ആരും മറന്നുപോലെ റെഫറൻസ് ചോദിക്കും പെട്ടെന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. നല്ല വാക്യമോ? അവനോടുകൂടെ വസിക്കണം. വചനത്തെ പ്രമാണിക്കുക. പ്രാർത്ഥിക്കുന്നവരെ മാത്രമല്ല, എപ്പോഴും വന്ന് വസിക്കുക. കാരണം അവനെ സ്നേഹിക്കുന്ന ദൈവത്തിന് വചനം പ്രമാണിക്കും. വചനം പ്രമാണിക്കുന്ന എന്താണ്? വിശ്വാസമുണ്ട്. എവിടെ വിശ്വാസമുണ്ടോ അവിടെ ദൈവം വസിക്കുക. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിക്കാൻ കഴിയുന്നതല്ല. അപ്പൊ നമ്മൾ നോക്കിക്കേ, വിശ്വസിക്കുന്നു. നമ്മളിപ്പോ എന്തോ പഠിച്ചു? അവിശ്വാസത്താലാ ഒടിഞ്ഞു പോയത്. എന്നാൽ വിശ്വാസത്താൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെട്ടോണം. നമ്മൾ നിൽക്കുന്ന വിശ്വാസത്താല, കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് നടക്കുന്നത്. പിന്നെ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകത്തില്ല. രണ്ടാമതിനെ വായിക്കുന്നത് വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല. ഇനി യോഹന്നാനുസരിച്ച് 11:40 സിസ്റ്റർ വായിച്ചാലോ എന്തോ വായിക്കുന്ന അറിയാമോ? വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണുന്നു. അവരോട് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. സ്തോത്രം. പിന്നെ വായിക്കുന്നുള്ളൂ 7:9 വായിച്ചു. 7:9 വേഗം വായിക്കണേ. 7:9 ഇബ്രാഹിമിന്റെ തല ശമര്യയ്ക്ക് തല രമല്യാവിന്റെ മകൻ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ലെന്ന് എങ്ങനെ ജീവിക്കുന്നറിയാം? വിശ്വാസം എന്റെ തീരുമാനം. വിശ്വാസത്താൽ ജീവിക്കുന്നു, കാഴ്ചയാലും. വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. എന്തെല്ലാം നമ്മൾ പഠിച്ചു? അവൻ അവിശ്വാസത്താൽ ഒടിഞ്ഞു പോകുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകത്തില്ല. വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണും.
വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. ഇനി ആ 32-ാം സങ്കീർത്തനം 9-ാം വാക്യം വായിച്ചേ. 32-ാം സങ്കീർത്തനം 9-ാം വാക്യം വേഗം വായിച്ചേട്ടാ. കുതിരയെയും കോവർ കഴുതയും പോലാകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. കുതിരയും കോവർ കഴുതയും ആകരുത്. ദൈവത്തെ അനുസരിക്കുന്നവരാക്കിയാണ്. കാരണം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പാൻ ഒക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ ആയിത്തീരണം? വിശ്വാസികളായിത്തീരണം. വിശ്വാസികളായിരുന്ന ദൈവത്തിന്റെ പവർ നമ്മളിപ്പോൾ പാസ് ചെയ്യൂ. എവിടെ ഉണ്ടോ പവർ ഉണ്ടെങ്കിൽ എന്താണെന്ന് അറിയാമോ? എല്ലാം വർക്ക് ചെയ്യും. പവർ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ വിശ്വാസിയായി മാറണം. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവർ പുതുഭാഷകളിൽ സംസാരിക്കും. മരണകരമായ എന്ത് കുടിച്ചാലും അവർക്ക് ആനയും വരത്തില്ല. ചോദ്യാമോ എന്ന് നമ്മളെപ്പോഴും ചോദിക്കണം. ഡൗട്ട് വിശ്വാസിയാണോ അവിശ്വാസിയാണോ ചോദിക്കണം. മെമ്പറാകരുത്, വിശ്വാസിയായി മാറണം. പണ്ടൊരു പാസ്റ്റർ ചോദിച്ചു, എത്ര വിശ്വാസികൾ? വിശ്വാസികൾ കുറവ്, എല്ലാം മെമ്പേഴ്സാണ്. മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തോ ഫിലിപ്പുറത്ത് പറഞ്ഞാണ്ട് എന്തോ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വെറും അംഗത്വം മാത്രമുള്ളവര്, അല്ലെങ്കിൽ ജഡീയന്മാര്. ഒരു അംഗത്വം മാത്രം ചർച്ചിന്റെ ലിസ്റ്റിനകത്തുണ്ടെന്ന്. മെമ്പറിൽ കൂടെ ഒന്നും നടക്കത്തില്ല. എന്നാൽ വിശ്വാസിയായി മാറണം. നമ്മള് വിശ്വാസിയായി മാറണം. വിശ്വാസം വായിന്ന് പുറപ്പെടണം. വിശ്വാസത്തിന്റെ വാക്കുകൾ വായിന്ന് പുറപ്പെടുമ്പോഴാണ് നമ്മൾ വിശ്വാസിയായി മാറുന്നത്. മെമ്പറിൽ കൂടെ ഒന്നും നടക്കത്തില്ല. മെമ്പറിൽ കൂടെ ഒരു കാര്യവും നടക്കത്തില്ല. മെമ്പർഷിപ്പ് ഉണ്ടെന്ന് നല്ലത് തന്നെ. എന്നാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. നമ്മൾ വിശ്വാസിയായി മാറണം. അപ്പം നോക്കണേ, വിശ്വാസിയായി മാറുമ്പോൾ നമ്മൾ ആരായിത്തീരുന്നു? ദൈവത്തിന്റെ ആർമിയായി മാറുക. ഇന്നലെ ഞാൻ ഒരു വാക്യം വായിച്ചു. 1 ദിനവൃത്താന്തം എത്രയായിരുന്നു? 12:22 തോന്നുന്നു. ആ വാക്യം ഒന്ന് ദാവീദിനെ സഹായിക്കാൻ വന്നവർ. ആ വാക്യം നമ്മളൊന്ന് വായിച്ച്. 1 ദിനവൃത്താന്തം 12 ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൽ വന്നു. സഹായിക്കേണ്ടതിന് 22 ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൽ വന്നു. ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു. ഇതാണ് ഈ പ്രേയർ ലൈനിനെ പറ്റി ദൈവാത്മാവിന്റെ ദൈവശബ്ദം. ഒന്നുകൂടെ അവർക്ക് വായിച്ചാൽ ഇതാണ് ഇന്നലെ എന്നോട് ദൈവാത്മാവ് വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കും. ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൽ വന്നു. ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു. വലിയൊരു ദൈവത്തിന്റെ സൈന്യം, അല്ലാതെ ഈ പ്രേയർ ലൈനിന്റെ സൈന്യമല്ല. ദൈവത്തിന്റെ സൈന്യമായി മാറണം. ആരായി മാറുന്നു? ദൈവത്തിന്റെ സൈന്യമായി മാറണം. വന്ന് കയറിയിരിക്കുക, വന്ന് ഓരോരുത്തരെ കൊണ്ടുവരിക്കുക. നോവയുടെ പെട്ടകത്തിൽ വന്ന മൃഗങ്ങളെ പോലെ എല്ലാം വന്ന് സന്തോഷമായിട്ട് നിൽക്കുക. ഒരു ദുഃഖവും ഇല്ല. ഇറങ്ങി പോകണമെന്ന് പോലും താല്പര്യമില്ല. പെട്ടകം ദൈവം വാതിൽ തുറന്നപ്പോഴാണ് ഇറങ്ങിയത്. അല്ലാതെ ഇറങ്ങണമെന്ന് ഒരു താല്പര്യമില്ല. അത് ചോദിച്ചില്ല. ദൈവം പെട്ടകം കൊണ്ട് ഉറപ്പിച്ചു. ദൈവം വാതിൽ തുറന്നപ്പോഴാണ് അവർ പുറത്തു ചാടിയത്. ഭയങ്കര സന്തോഷത്തോടുകൂടിയാ. അതിനകത്ത് ഇരിക്കുന്ന സമയത്ത് അവിടെ യുദ്ധം ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറിയെന്നോ സിംഹം കടുവായെ കടിച്ചെന്നോ ഇങ്ങനൊന്നും വായിക്കുന്നില്ല. സമാധാനമുണ്ട്. കാരണം ദൈവം കൊണ്ടുവന്ന മൃഗങ്ങൾ അതില്ല. സ്വഭാവം മാറും. പെട്ടകത്തിൽ കയറിയോ സ്വഭാവം മാറും. ഇനിയില്ല, ഞാനെല്ലാം ജീവിക്കുന്ന ക്രിസ്തു അത്രയും ജീവിക്കുന്നു. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. എല്ലാം ഇതുപോലെ ഞാൻ പറയും, ദൈവത്തിന്റെ സേനയായി മാറണം. നമ്മൾ ദൈവത്തിന്റെ സേനയായി മാറുന്ന പിന്നെ സ്തോത്രം. നമ്മള് സ്തോത്രം ആർക്കുവേണ്ടി യുദ്ധം ചെയ്യുന്ന അറിയാമോ? ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി. അപ്പൊ നമ്മൾ ഈ ദൈവത്തിന്റെ സേനയായി മാറിയ കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം എന്ന് അറിയാമോ? ദൈവരാജ്യം വരണം, ദൈവം നടക്കണം. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോ അമേരിക്കയിലെ
ആർമിയിലോ എയർഫോഴ്സിലോ നേവിയിലോ അങ്ങോട്ട് ചേർന്ന് നോക്കിക്ക്. ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാകും ഞാൻ നേവിയിലോ ആർമിയിലോ ചേർന്നിരിക്കുക. ഇനി ഞാൻ യുദ്ധം ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? എന്റെ വീടിന് വേണ്ടിയല്ല യുദ്ധം. വീടൊക്കെ ഉണ്ട് കറക്റ്റാ. യുദ്ധം ചെയ്യുന്ന ഈ രാജ്യത്തിന് വേണ്ടിയാ. കേട്ടോണേ, ഒരു പ്രാവശ്യം കേട്ടോണേ. പിന്നെ ഞാൻ ചെയ്യുന്നു ഒരു എന്റെ വീട്ടിന് വേണ്ടിയാണ്, അല്ല വീടിന് വേണ്ടിയല്ല യുദ്ധം ചെയ്യുന്നത്, രാജ്യത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. ഞാൻ അമേരിക്കൻ ആർമിയിൽ അങ്ങോട്ട് ചേർന്നു. പിന്നെ അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെ യുദ്ധം ചെയ്യുന്ന ഈ രാജ്യത്തിന് വേണ്ടിയാണ്, രാജ്യത്തിന് വേണ്ടിയാണ്. അതുപോലെ നമ്മൾ ദൈവത്തിന്റെ സേനയായി മാറിയപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യുന്ന പിന്നെ ദാവീദിന് വേണ്ടിയല്ല അവർ യുദ്ധം ചെയ്യുന്ന, ദൈവത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ഗിദെയോന്റെ കൂടെ വന്ന് ജനം പറഞ്ഞത് യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാ. യഹോവയ്ക്ക് വേണ്ടി വാളോ. ഞാൻ ചെയ്യുന്ന യുദ്ധം യഹോവയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഗിദെയോനിൽ നിന്നേ ഉള്ളൂ. യഹോവയ്ക്ക് വേണ്ടി വാളോ. തലമുടക്കി തീപ്പന്തം വെളി വന്നപ്പോഴല്ലോ അവർ വിളിച്ചു വന്ന് ദാവീദ് ഗിദെയോനും യഹോവയ്ക്ക് വേണ്ടി വാൾ. യുദ്ധം ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? യഹോവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ദൈവം എന്താക്കി തീർക്കുക? ദൈവത്തിന്റെ ആർമി ആക്കി തീർക്കുക. ആർമി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നേവിയിൽ അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവരാരാണെന്ന് അവരറിയണം. പലപ്പോഴും നമ്മൾ ആരാണെന്ന് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പ്രയാസപ്പെടുന്നത്. നമ്മൾ ആരാണെന്ന് അറിയണം. അവർ അമേരിക്കൻ ആർമി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്കറിയാം ഞാൻ ആരാണെന്ന്. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം നമ്മൾ ആരാണെന്നുള്ള വിഷയം മനസ്സിലാക്കണം. ആരാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ പദവിയും നമ്മുടെ സ്ഥാനവും മനസ്സിലാക്കണം. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെട്ടു പോകുന്നത്. ആദ്യം ഓർക്കണമേ, ഒരു യോഹന്നാൻ 1:12 വായിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിന്റെ പൈതലും ക്രിസ്തുവിന്റെ ഏക ശരീരവുമാകും. ആരാണ്? ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ക്രിസ്തുവിന്റെ ഏക ശരീരമാകും. പിന്നെ 1 യോഹന്നാൻ 4:6 വായിക്കുന്നുണ്ട്, ഞാൻ ഈ ലോകത്തിന്റെ എന്തുവാണ്? ഈ ലോകത്തിൽ ഞാൻ ഒരു ജയാളിയാണ്. ഐ എം എൻ ഓവർകമ്മർ. ഐ എം നോട്ട് എ വിക്ടിം, ഐ എം എൻ ഓവർകമ്മർ. ഞാനൊരു ജയാളിയാണെന്ന് ഉറക്കെ പറയണം. ക്രിസ്തുവേശുവിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ജയത്തോട് നടക്കുകയും ഞങ്ങളെ കൊണ്ട് അവിടുത്തെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്നത് കർത്താവ് മഹത്വമുള്ളത്. നമ്മുടെ മുമ്പാകെ പോകുന്ന യേശു ജയിച്ചവനാ, തോറ്റവനല്ല. സകലത്തെ ജയിച്ചവന കർത്താവ് നമ്മുടെ മുമ്പേ പോകുന്നത്. അതുകൊണ്ട് ഞാനൊരു ജയാളിയാണെന്ന് ഉറക്കെ പറയണം. പ്രൈസ് ലോർഡ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വെളിച്ചത്തിന്റെ പൈതലാണ്, ഇരുട്ടേണ്ടതല്ല. ആരുടെ പൈതലാണ്? ഞാൻ വെളിച്ചത്തിന്റെ പൈതലാണ്. പിന്നെ ഞാൻ ദൈവത്തിൽ ജനിച്ചിരിക്കുന്നതുകൊണ്ട് ദുഷ്ടൻ എന്നെ തൊടുവാൻ കഴിയത്തില്ല. ഓർത്തോണേ, ഞാൻ ആരാണെന്നാ പറയുന്നത്? ഞാൻ ദൈവത്തിൽ ജനിച്ചിരിക്കുന്നതുകൊണ്ട് ദുഷ്ടൻ എന്നെ തൊടുവാൻ കഴിയത്തില്ല. 1 യോഹന്നാൻ 5:18. ദൈവത്തിൽ നിന്നും എന്നും നാം അറിയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ദുഷ്ടൻ തൊടാൻ അവൻ തന്നെത്താൻ സൂക്ഷിച്ചിരിക്കുന്നു. അവൻ ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു, ദുഷ്ടൻ എന്നെ തൊടാൻ കഴിയത്തില്ല. ആരാന്നറിയാം? ദൈവത്തിന്റെ ആർമിയിലാണ്. ദുഷ്ടൻ എനിക്ക് യാതൊരു കാര്യമില്ല. പിന്നെ വായിക്കുന്നുണ്ട്, ഞാൻ ഭൂമിയുടെ ഉപ്പാകുന്നത്. ഞാൻ എന്താണ്? ഭൂമിയുടെ ഉപ്പാകുന്നു. 5:13 വായിക്കും, 5:14 വായിക്കും, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പിന്നെ 2 Corinthians 5:17 വായിക്കുന്നു, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഐ എം എ ന്യൂ ക്രിസ്ത്യൻ ഇൻ ക്രൈസ്റ്റ് ജീസസ്. പിന്നെ 1 Corinthians 6:17 വായിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടി ഐക്യപ്പെട്ടിരിക്കുന്നു, ഞാൻ അവനോട് ഏകാത്മാവാകുന്നു. പിന്നെ എബ്രായലേഖനം 3:1 വായിക്കുന്നു, ഞാൻ സ്വർഗീയ വിളിച്ച ഓഹരിക്കാരനാകുന്നു. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകും. എന്നെ ശക്തനാക്കുന്ന ഒരാൾ എന്നോടുകൂടെ ഞാൻ സകലത്തിനും മതിയായവനാകും. പിന്നെ യോഹന്നാൻ 15:16 വായിക്കുന്നു, ഞാൻ ഫലം കായ്ക്കണമെന്ന് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാകുന്നു. ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത് ഫലം കായ്ക്കാനാണ്. ദൈവത്താൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാകുന്നു. എന്തിനാണെന്നറിയാം? ഫലം കായ്ക്കേണ്ടതിന്.
ആ വാക്യം വായിച്ചത് യോഹന്നാൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ആമേൻ. ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിന്നെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ഫലം കായ്ക്കേണ്ടി വരാം. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട ഞാൻ ക്രിസ്തുവിൽ അവകാശിയും കൂട്ടവകാശിയുമാവുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിന് എന്റെ മേൽ ഒരധികാരവുമില്ല. ഞാൻ ക്രിസ്തുവിനോടുകൂടി എന്തായിത്തീർന്നു? ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിന് എന്റെ മേൽ യാതൊരു അധികാരവുമില്ല. പിന്നെ ഞാൻ ക്രിസ്തുവിലെ അവകാശിയും കൂട്ടവകാശിയുമാണ്. പിന്നെ ഞാൻ ക്രിസ്തുവിനോട് ഞാൻ യേശുവിന്റെ അടിപ്പണകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഉറക്കെ പറയണം. ഐ ആം ഹീൽഡ് എന്ന് പറഞ്ഞാൽ വായിന്ന് വിശ്വാസം പുറപ്പെടണം. വചനം കൊണ്ട് പുറപ്പെടുമ്പോൾ ഞാൻ വിശ്വാസിയായി മാറുക. വചനം നമ്മുടെ വായിന്ന് പുറപ്പെടുമ്പോഴാണ് നമ്മുടെ വിശ്വാസിയായി മാറുന്നത്. ഐ ആം ഹീൽഡ്. ഞാൻ സ്തോത്രം. അവന്റെ അടിപ്പിണകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ചിലപ്പം വരുമെന്നല്ല, വന്നിരിക്കുന്നു. ആരെങ്കിലും നമ്മുടെ വീട്ടിൽ അവർ വന്നല്ലോ, അവർ വന്നിരിക്കുന്നെന്ന് പറയും. ഞാൻ അവിടെ വീട്ടിലുണ്ടെന്ന്. അപ്പൊ നമ്മൾ സ്തോത്രം അവന്റെ അടിപ്പിണകളാൽ 1 Petrus 2:24 രോഗികളൊക്കെ ഇത് പറയണം. നമ്മുടെ വായിന്ന് പുറപ്പെടണം. അവന്റെ അടിപ്പിണ ഉറക്കെ പറയണം. ഐ എം ഹീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടല്ലോ ആ വചനത്തെ ഡിക്ലെയർ ചെയ്യുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് നമ്മൾ വസിക്കുക. ദൈവം വന്ന് നമ്മൾ വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഹീൽഡ്. ഞാൻ എന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ ശുഭമായിരിക്കുകയും ആരോഗ്യത്തിൽ നടക്കുകയും ചെയ്യുന്നു. ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ ശുഭമായിരിക്കുകയും ആരോഗ്യത്തിൽ നടക്കുകയും ചെയ്യുമെന്ന്. യശയ്യാപ്രവചനം 54:17 വായിക്കുന്നു. എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. കാരണം ഞാൻ ആരാണെന്നാ പറയുന്നത്. എനിക്കെതിരെ എന്തെല്ലാം ഉണ്ടാക്കിയാലും അതൊന്നും എന്നെ ഫലിക്കത്തില്ല. കൂട്ടവകാശികളാ. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞാനാണ് ജീവിക്കുന്നത്, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. പിന്നെ നമ്മൾ വായിക്കുന്ന ഞാൻ സ്വർഗത്തിലെ സിറ്റിസൺ ഓഫ് ഹെവൻ, ഞാൻ സ്വർഗത്തിലെ പൗരനാണെന്ന്. എന്താ പറയേണ്ടത്? അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിൽ നല്ലത് തന്നെ. നമ്മൾ ആരുടെ സിറ്റിസൺ ആണെന്നറിയാമോ? ഞാൻ സ്വർഗത്തിന്റെ പൗരനാകുന്നു. പിന്നെ ഞാൻ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവമാണ്. ഞാൻ ദൈവത്തിന്റെ മധുരവും പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു. ദൈവത്തിന്റെ മന്ദിരവും ആ വാക്യം വായിച്ചാൽ 1 Corinthians 3:16 1 Corinthians 3:16 വായിച്ചാൽ സിസ്റ്റർ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം ശുദ്ധമല്ലോ. നിങ്ങളും ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. നിങ്ങൾ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. ഇനി 6:19 വായിച്ചിട്ട് 1 Corinthians 6:19 ദൈവത്തിന്റെ ഫലമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകും നിങ്ങളുടെ ശരീരം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ലായി അറിയുന്നില്ലയോ? ആകയാൽ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇപ്പൊ നമ്മൾ ആരാണെന്നാ പറയുന്നത്? നമ്മളിപ്പോ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവിനാൽ എന്നെ മുദ്രയിട്ടിരിക്കുക. ഞാൻ ദൈവമാണ് വസിക്കുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുക. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്ന ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഞാൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഞാൻ ക്രിസ്തുവിനാൽ ഉറപ്പിക്കപ്പെട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് മുദ്രയിട്ടിരിക്കുന്നു. 2 Corinthians 1:21 വായിച്ചേ. 2 Corinthians 1:21 വേഗം വായിച്ചാണ്. അവർ നിങ്ങളോടുകൂടെ ക്രിസ്തു
ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ മതി. താങ്ക് യു. ഇതുപോലെ തിടുക്കം ഉള്ള രണ്ടുപേരെ ഓർത്തിയാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സിസ്റ്റം സൂസൻ സിസ്റ്റം എന്തോ തിടുക്കമാണെന്നറിയാം. വചനം വായിക്കാൻ ഇതുപോലെ തിടുക്കം. പ്രൈസിലോട് ചിലയിടത്ത് എന്നാ വചനം വായിക്കാൻ പറഞ്ഞാൽ ആരും വായിക്കത്തേ ഇല്ല. ഞാൻ ലജ്ജിച്ചു പോയിട്ടുണ്ട് ചിലപ്പോൾ. ഈ പ്രേയർ ലൈനിൽ എന്തോ തിടുക്കമാണെന്നറിയാം. രണ്ടുപേരെ ഓർക്കാൻ ഞാൻ ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെട്ടു. പറഞ്ഞാതെ ഞാൻ ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് മുദ്രയിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്രയുണ്ടെന്ന് എനിക്ക്. ഈ മുദ്ര ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ അക്കരക്കാരനാ. ഞാൻ എപ്പോഴും പറയുന്ന വിഷയമാണ്. നമ്മുടെ ലെറ്റർ സ്റ്റാമ്പ് ഒട്ടിച്ച് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കഴിഞ്ഞാൽ അവരെന്തറിയാം, സീലടിക്കും. സീലടിച്ച് കഴിഞ്ഞ ശേഷം പിൽപ്പുറത്ത് പറയാം ആ ലെറ്റർ ഇങ്ങോട്ട് തരാൻ പറഞ്ഞാൽ അവർ തരുമോ? അയ്യോ, തരത്തില്ല, ഒരിക്കലും തരത്തില്ല. അത് പിന്നെ ഗവൺമെന്റ് കാര്യം ഗവൺമെന്റിന്റെയാ. ഓർത്തോള് നമ്മളാ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന ലെറ്റർ കൊണ്ടുവന്ന് സ്റ്റാമ്പ് ഒട്ടിച്ച് അവരുടെ കയ്യിലോട്ട് കൊടുത്ത് അവരുടെ സീലടിച്ച് അയ്യോ സോറി ഉണ്ട് ഇങ്ങോട്ട് തന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഒരു കവർ ഇടാം, ഒരു കാര്യം കൊണ്ട് ഇടാൻ മറന്നു പോകാൻ അവർ പറയും പിടിപ്പോളം. ഇത് തരത്തില്ല. ഇത് എവിടെ പോകുന്നത്? നീ എവിടെ അഡ്രസ് എഴുതിക്കുന്ന അവിടോട്ട് പോകും. കേരളത്തിലാണ്, തൃശ്ശൂരിൽ പോകും. തരത്തില്ല, നിന്റെ ഇതിന് തരത്തില്ല. അതുകൊണ്ടാണ് ആ വാഴ്ച ഓർത്തത്. നിങ്ങൾ ദൈവത്തിന് ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകും നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങുള്ളവരല്ല. ഓർത്തോളെ ആ വാക്യം. നിങ്ങൾ എഴുത്ത് നിന്റെ ഇനി നീ എഴുത്തെഴുതി അഡ്രസ് പൊട്ടിച്ചു സ്റ്റാമ്പ് പൊട്ടിച്ച് വെളിയിൽ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുത്താൽ സീലടിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ തോറ്റ തരത്തില്ല. പിന്നെ തരത്തില്ല സഹോദര. സോറി. കാരണം ദൈവത്തിന് ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന ശരീരമൊന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. ആകയാൽ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോളാൻ കാരണമാണ് നമ്മളെ ആ വാക്യം നമ്മൾ വായിക്കും. ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് മുദ്ര ഇടപ്പെട്ടിരിക്കണം. ഒന്നുകൂടെ വാക്യം നോക്കിക്കോണേ. ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുക, ക്രിസ്തുവിനോട് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു, അഭിഷേകം ചെയ്യപ്പെട്ട് മുദ്ര ഇടപ്പെട്ടിരിക്കുന്നതാണ്. ഇനി നമുക്കുള്ളവരല്ല നമ്മൾ. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. പിന്നെ എന്റെ ആവശ്യങ്ങൾ അവന്റെ മഹത്വത്തിന്റെ സ്ഥാനത്തിനകത്തോളം ക്രിസ്തുവേശുവിൽ 4:19. ഈ നമ്മൾ ആരാണെന്ന് അറിയാത്തോളം നമ്മൾ പലപ്പോഴും ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ വാക്യം എപ്പോഴും ഓർത്തോണം. ഞാൻ ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് മുദ്ര ഇടപ്പെട്ടിരിക്കുന്നു. മുദ്ര ഇടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിടുത്തുകാരനല്ല, ഞാൻ അക്കരക്കാരനാണ്. ഐ എം ഓൺ മൈ വേ ടു ഹെവൻ. സ്വർഗീയ യാത്രക്കാരാണ് ഞാൻ. ആ സ്റ്റാമ്പ് എന്റെ അഡ്രസ് എവിടെ കൊടുത്തിരിക്കുന്ന അറിയാമോ? ടു അഡ്രസ് ഹെവനാ. ഇനി ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ ഓരോ ദിവസം യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ മുദ്രയിടപ്പെട്ടിരിക്കുക. ക്രിസ്തുവിനോട് ഉറപ്പിക്കപ്പെട്ടു, മുദ്രയിടപ്പെട്ടു, അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുക. ഞാൻ അക്കരക്കാരനാ, അക്കരയോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ ആവശ്യങ്ങളൊക്കെ സ്തോത്രം. എനിക്ക് അവനുള്ള വിശ്വാസം പിതാവിലേക്ക് എന്റെ പ്രവേശനമുള്ളത്. അവൻ വാക്യങ്ങൾ നോക്കിക്കോ. എഫെസ്യർ 2:18 വായിച്ച്. എഫെസ്യർ 2:18. വേഗം വായിക്കുന്നേ. ക്രിസ്തുവിൽ കൂടെ പിതാവിലേക്ക് എനിക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇത്രയും നമ്മൾ പഠിച്ചതിന്റെ നമ്മൾ ആരാണെന്ന് അറിയണം. ഒന്നുമല്ലെന്ന് ആരാന്ന് പറഞ്ഞു. ഞാൻ മുദ്രയിടപ്പെട്ടിരിക്കുക. പിതാവിലേക്ക് എനിക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ ഉറപ്പിക്കപ്പെട്ട ചെയ്യപ്പെട്ട് മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഇനി മാർക്കൊണ്ടിരിക്കരുത്. ഞാൻ ഹെവൻ. ഞാൻ സ്വർഗീയ യാത്രക്കാരനാ. ആ ഒരു വിശ്വാസം നമ്മുടെ അമേരിക്കൻ ആർമി കയറിയ ആളിന് പ്രൈസിലോട് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് അറിയാമോ? മൈ ഗോഡ്,
ഞാൻ അമേരിക്കൻ നേവിയിലായിരിക്കുന്നു. അതെ. ഇതുപോലാണ് നമ്മൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആർമിയിൽ ജോയിൻ ചെയ്തു. പിന്നെ അമേരിക്കൻ ആർമി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ കമാൻഡർ ഓർഡർ കൊടുക്കുകയാണ്, നിന്റെ ഇന്നത്തെ വരുന്ന ആഴ്ച നീ അങ്ങോട്ട് പോവാന്നറിയാം, വിയറ്റ്നാമിലേക്ക് പോവാം. അയ്യോ സോറിയാണ്, എനിക്ക് ഇഷ്ടമല്ല, അവിടോട്ട് പോകാൻ വലിയ താല്പര്യം ഒന്നും ഒരു ക്വസ്റ്റ്യനും ഇല്ല, പറയുന്ന അനുസരിക്കുക. അവനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെട്ട് മുദ്രയിടപ്പെട്ടിരിക്കുന്നു, ആ പ്ലേസിൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, ഒരു എക്സ്ക്യൂസ്, ഒരു നോ പറയത്തില്ല. പറയുന്ന കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ ദേശങ്ങളിലേക്ക് എടുത്തുകൊണ്ട് പോകും ദൈവാത്മാവ് പറഞ്ഞു. നമ്മളിപ്പം പ്രിപ്പയർ ചെയ്യുക, നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യും. ഇനി ഓരോരുത്തർ ഈ പ്രേയറിലുള്ള എല്ലാവരും ദൈവത്തിന്റെ ആർമിയിൽ ഒരാളും ബാക്കപ്പ് മെമ്പറായിട്ട് ആരും ഇരിക്കുന്നില്ല, എല്ലാവരും വിശ്വാസിയായി മാറുക. മൊത്തം പേരും വിശ്വാസിയ. അതുകൊണ്ടാണ് പ്രൈസിലോട് ആ വാക്യം ഓർത്തോണെ, ശമൂവേൽ പ്രവാചകൻ വന്ന് ശൗലിനെ നേരത്തെ അഭിഷേകം ചെയ്തതാണ്. ഈ സഹോദരന്മാരുടെ മുമ്പിൽ അവനെ അഭിഷേകം ചെയ്യാൻ വന്നപ്പം ശമൂവേൽ എവിടെ ഇരിക്കായിരുന്നു അറിയാമോ? ശൗൽ എവിടെ ഇരിക്കായിരുന്നു അറിയാമോ? സാമാനത്തിനിടയിൽ വരും അതിന് പതുങ്ങിയിരിക്കായിരുന്നു. ആ വാക്യം വായിച്ചത് 1 ശമൂവേൽ 10-ാം അധ്യായം 20-ാം വാക്യം. ഗോത്രങ്ങളെ എല്ലാം അടുത്ത് പെരുമാറാക്കി ബെന്യാമിൻ ഗോത്രത്തിന് ചീട്ട് വീണു. അവൻ ബെന്യാമിൻ ഗോത്രത്തെ കുടുംബമായി അടുത്ത് പെരുമാറാക്കി. 22-ാം വാക്യം ഒന്നിന് വായിച്ചത്. അവർ യഹോവയോട് അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് യഹോവ അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ശമൂവേൽ പ്രവാചകൻ നോക്കിയപ്പോൾ ആളിനെ കാണാനില്ല. ശൗലിനെ അഭിഷേകം ചെയ്ത് ശൗലിനെ രാജാവായിട്ട് അഭിഷേകം എല്ലാവരുടെ മുമ്പില് നേരത്തെ അഭിഷേകം കിട്ടുക, പുതിയ മനുഷ്യനായി തീർന്നതാ. അമ്മ അവരുടെ മുമ്പില് ഇവനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി വന്നപ്പോ ആളിനെ കാണാനില്ല. ആളെവിടെ ഇരിക്കുന്ന പതുങ്ങി സാമാനങ്ങളുടെ. പലപ്പോഴും ഇതാണ് ദൈവം നമ്മളെ പറ്റി വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. പലപ്പോഴും നമ്മൾ സാമാനങ്ങളുടെ ഇടയിൽ പതുങ്ങിയിരിക്കുക. അതെ. വീട്ടിലെ കാര്യം, അത് കാര്യം, ഈ കാര്യം അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എല്ലാം സാമാനമാണ്. ഈ സാമാനങ്ങളുടെ ഇടയിൽ അങ്ങ് പതുങ്ങിയിരിക്കുക. ഉടനെ പ്രവാചകനായ ശമൂവേൽ പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുക. ആ വാക്യം 22-ാം വാക്യം വായിച്ച്. അവർ പിന്നീട് യഹോവയോട് അയാൾ എവിടെ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു. അവന് യഹോവ അവർ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നതിന് കണ്ടോ? നമ്മളും പലപ്പോഴും പല സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നവരാ. പല സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുക. വളരെ ഉള്ളല്ലോ ദൈവം പറഞ്ഞ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കാം. അപ്പൊ ഉണ്ടല്ലോ സ്തോത്രം. 23-ാം വാക്യം വായിച്ച്. അവനെ കൊണ്ടുവന്ന് ജനമധ്യ നിന്നപ്പോൾ അവൻ ജനത്തിൽ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. എല്ലാവരെക്കാളും പൊക്കമുള്ളവനാ. കാരണം അഭിഷേകം ചെയ്യപ്പെട്ടവനാ. അവൻ കൂട്ടുകാരിൽ പരമായി ആനുകൂല്യം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അവൻ പൊക്കമുള്ളവനാ, കുഞ്ഞിരിക്കുക സാമാന്യങ്ങളുടെ ഇടയിൽ. ഇതുപോലെ ദൈവം നമ്മളെ പറ്റിയുള്ള വിളിയും തെരഞ്ഞെടുപ്പ് ഈ ദിവസം മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിന്റെ ആർമിയിലോട്ട് ജോയിൻ ചെയ്തിരിക്കുക. ഇനി നമ്മളുണ്ടല്ലോ അവിടെ ഇവിടെ ഒതുങ്ങിയിരിക്കാനുള്ളവരല്ല. കമാൻഡർ പറയുന്ന കേട്ട് അനുസരിക്കാനുള്ളവരാ. ഇന്നലത്തേക്ക് പോകാൻ പറഞ്ഞാൽ അതുപോലെ പോവുക. അനന്യാസിനോട് അവിടെ ശൗലിനടുത്ത് പോകാൻ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിക്കാൻ കംപ്ലീറ്റ് ഒബീഡിയൻസ് ടു ദ ഹോളി സ്പിരിറ്റ് വോയിസ്. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാവുന്നു, ഇതിൽ കൂടെ നടന്നുകൊള്ളാൻ ദൈവശബ്ദം കേൾക്കും. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. ഞാൻ പറയുന്ന അനുസരിക്കും. അവരെ അകത്ത് കൊണ്ടുപോകാൻ പുറത്ത് കൊണ്ടുപോകാൻ ചെയ്യും. അകത്ത് കൊണ്ടുപോകുന്ന ദൈവശബ്ദം കേട്ടുവാനാ, പുറത്ത് കൊണ്ടുപോകുന്ന ദൈവം പറയുന്നത് ചെയ്യാനാ. എന്റെ ആടുകളാണെന്നോ എന്റെ ശബ്ദം കേൾക്കും. ഞാൻ അവരെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രൈസിലോട് സക്കായി മരത്തിന്റെ മേളിൽ ഇരുന്നപ്പം കർത്താവ് മരത്തിന്റെ ഉള്ളോട്ട് പോകുന്ന മേലോട്ട് നോക്കി. കാരണം ആഗ്രഹമുണ്ടോ വലിയ പണമുള്ള സക്കായിയാണ്, നിങ്ങളും കുറവാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്ന് പോകും, നമുക്കെന്താ പണിച്ച് നിങ്ങളും കുറവാന്ന് ആവുക, അങ്ങനൊക്കെ ഇരുന്നാൽ മതി നമ്മൾ ചിന്തിക്കും. ഇല്ല, സക്കായി മരത്തേക്ക് വരും. പണമുള്ള ആരും മരത്തെ കയറത്തില്ല.
കുടിക്കാരെ വിളിച്ച മരത്തെ കയറ്റത്തുള്ളൂ. പണമുള്ള ഒരാൾ ഇങ്ങനെ മരത്തേക്ക് വരുന്നു. എന്നാൽ യേശുവിനെ കാണേണ്ടതിന് എന്തും ചെയ്യാൻ തയ്യാറാണോ? എന്തും ചെയ്യാൻ തയ്യാറാണോ? കർത്താവോട് വന്ന് മരത്തിലോട്ട് നോക്കിയിട്ട് പറയാ. ഇങ്ങനെ ചോദിച്ചില്ല, മനുഷ്യൻ നിന്റെ പേരെന്തോന്ന് ചോദിച്ചില്ല. കാരണം എന്റെ ആള് കർത്താവിന് പേരറിയാം. കർത്താവ് സക്കായിയെ നീ ഇറങ്ങുക, നിന്നോടുകൂടെ ഇന്ന് വസിക്കുന്നു. എന്തോ ശബ്ദമാണ് ഇത്. അതുപോലെ നമുക്ക് ആഗ്രഹമുണ്ടോ ദൈവം സാധിപ്പിക്കും. നമുക്ക് ആഗ്രഹമുണ്ടോ ദൈവം സാധിപ്പിക്കും. പ്രായം ഒന്നും ബാരിയറല്ല. നമ്മളെ കൊണ്ട് ഇന്ന് രാവിലെ ഓർത്തോണേ, ഐ ജോയിൻ ഇൻ ഗോഡ്സ് ആർമി. ദൈവത്തിന്റെ ആർമിയിൽ ജോയിൻ ചെയ്തിരിക്കുക. രാവിലെ സഹായിക്കാം, ദിനം പ്രതി സഹായിക്കാം വന്നവര് ഒടുവിൽ ദൈവത്തിന്റെ സേനയായി മാറി. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവാചകനോട് അസ്ഥിയുടെ താഴ്വരെ കൊണ്ട് നിർത്തി എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞു, നീ പ്രവചിക്കാൻ പറഞ്ഞു. പ്രവചിച്ചു കഴിഞ്ഞപ്പോ അവരെന്തുമായി തീർന്നു? ദൈവത്തിന്റെ സൈന്യമായി തീർന്നു. എസെക്കിയേലിന്റെ സൈന്യമല്ല, എസെക്കിയേൽ അല്ല, ദൈവത്തിന്റെ സേനയായി മാറി. അവര് വലിയ ഒരു സൈന്യമായി മാറണം. ആ സൈന്യത്തെ കൊണ്ടാണ് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാനുള്ളത്. നമ്മളെ കൊണ്ട് ദൈവം ചിലതൊക്കെ ചെയ്യാൻ പോയി പട്ടണത്തില്. ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളില് ദൈവം ചില കാര്യങ്ങളെ ചെയ്യുവാൻ പോവാ. അതുകൊണ്ട് നമ്മളെ ഒന്നുകൂടെ അടുപ്പിക്കുക. അതുകൊണ്ട് ഈ നമ്മൾ ദൈവത്തിന്റെ സൈന്യമായി മാറുമ്പോൾ ദൈവം ആദ്യം ഒരു കാര്യം ചെയ്യും. ഇനി എടുത്ത് വായിച്ചാട്ട് എസെക്കിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം 18, 19, 20 വായിച്ചാട്ട് സിസ്റ്റർ. എസെക്കിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് അതാണ്. 18 വായിച്ചാട്ടോ. അവർ അവിടെ വന്നതിലെ സകല മാലിന്യ ബിംബങ്ങളെയും മ്ലേച്ഛ വിഗ്രഹങ്ങളെയും അവിടെ നിന്ന് നീക്കിക്കളയും. അവർ അർത്ഥങ്ങളിൽ നടന്ന എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാത്രമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. അടുത്ത വാക്യം. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. എന്നാൽ തങ്ങളുടെ നടത്തുന്നവർക്ക് ഞാൻ അവരുടെ നടപ്പിന് തക്കവണ്ണം അവരുടെ പലമേൽ പകരം കൊടുക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. മതി. അപ്പൊ നമ്മൾ എന്തോ വായിച്ചു, ഒന്നുകൂടെ ഞാൻ പതുക്കെ വായിക്കാം. അവരവിടെ വന്നു അതിലെ സകല മലിനബിംബങ്ങളെയും മ്ലേച്ഛ വിഗ്രഹങ്ങളെ അവിടെ നിന്ന് നീക്കിക്കളയും. നമ്മുടെ ഹൃദയത്തിലുള്ള വേണ്ടാത്തതൊക്കെ ഉണ്ടല്ലോ, ദൈവം അങ്ങ് നീക്കിക്കളയുമെന്ന്. മലിനബിംബങ്ങളും ദൈവത്തെക്കാൾ അധികമായി എന്തിനെ സ്നേഹിക്കുന്നോ അത് നമ്മുടെ എന്തുവായിത്തീരും? ബിംബങ്ങളായിത്തീരും. ബിംബം എവിടെ ഇരിക്കുന്നത് അറിയാമോ? ഹൃദയത്തിലായിരിക്കുന്നത്. അപ്പൊ ആദ്യം ചെയ്യുന്ന വിഷയമാണല്ലോ, അതില് മ്ലേച്ഛ വിഗ്രഹങ്ങളെയും മലിനബിംബങ്ങളെയും ആദ്യം ദൈവം നീക്കിക്കളയും. പിന്നെ അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന് അവസാന വാക്യം, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് കുഞ്ഞുങ്ങളെ വിളിച്ചു പറയുന്നു. കണ്ടോ? കുഞ്ഞുങ്ങളെ ജോസഫ് മാത്യുവിനെ വിളിക്കുക. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളി. ഒരു വിഗ്രഹമായിട്ട് കയറുന്നത് ദൈവത്തെക്കാൾ എന്തിനെ അധികം സ്നേഹിക്കുന്നോ അത് നമ്മുടെ വിഗ്രഹമായി മാറും. അതിനെ അകന്നിരുന്നോളാൻ ഇവിടെ നമ്മൾ വായിക്കുന്ന. ആവകയാൽ അവിടെ വന്ന് അതിലെ സകല മലിന ബിംബങ്ങളെയും മ്ലേച്ഛ വിഗ്രഹങ്ങളെയും അവിടെ നിന്ന് ആദ്യം നീക്കിക്കളയും. പിന്നെ 19-ാം വാക്യം വായിക്കുന്ന, അവരെന്റെ ചട്ടങ്ങളിൽ നടന്ന്. കണ്ടോ? പിന്നെ നടക്കുന്ന ആരുടെ ചട്ടങ്ങളിലാണ്? ദൈവത്തിന്റെ ചട്ടങ്ങളിൽ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ നടക്കുന്നു. ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയം നൽകുകയും പുതിയ അവരുടെ ഉള്ളിലാക്കുകയും ചെയ്യും. കണ്ടോ? എന്റെ ചട്ടം അവരുടെ ഉള്ളിലാണ്. ബിംബങ്ങളെ എടുത്തു മാറ്റും. പല ബിംബങ്ങളകത്തോണ്ട് അതിനെല്ലാം അടിച്ച് പുറത്തിയടിക്കണം.
എന്റെ പിതാവായ ദൈവം നടാത്തൊക്കെ വേരോട് പറഞ്ഞു പോകണം. ഒന്നും ഉള്ളിൽ ഇരിക്കരുത്. ദൈവത്തിനില്ലാത്ത ഒന്നും വേണ്ട. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് ഇരിക്കണം. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കും. അവരുടെ ഉള്ളില് എന്തുവാക്കും? വചനമാക്കും. എന്റെ വചനത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. വചനം ഉള്ളിൽ തീ കത്തുന്ന പോലെ ഇരിക്കുക. യെരമ്യാവ് പറയുന്നത്, നിന്റെ വചനം എന്റെ അസ്ഥിക്കകത്ത് തീയ, വായിത്തീയ്, എല്ലായിടത്തും തീയായിട്ട് മാറി. നിന്റെ വചനം നിമിത്തം ഞാൻ തനിച്ചിരുന്നു. നിന്റെ വചനം ഞാൻ എന്റെ അണ്ണാക്കിനത്ര മധുരം. ഇവിടെ നമ്മൾ വായിക്കുന്നറിയോ, എന്റെ വചനം അവരുടെ ഹൃദയത്തിലാക്കുകയും എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയ ആത്മാവിനെ ഉള്ളിലാക്കുകയും കല്ലായുള്ള ഹൃദയത്തെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായ ഒരു ഹൃദയം അവർക്ക് നൽകുകയും ചെയ്യും. അവരുടെ കല്ലായ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിലൂടെ ഒന്നും ഫീൽ ചെയ്യത്തില്ല. ആരുടെയെങ്കിലും ഒരു പ്രയാസം കണ്ടു കഴിഞ്ഞാൽ കല്ലിനെന്തോ ഫീലിംഗ് ഉണ്ട്, ഒന്നും ഫീലിംഗ് ഇല്ല. ഈ കല്ലായുള്ള ഹൃദയം എടുത്ത് മാറ്റി അവർക്ക് എന്തോ ഹൃദയം കൊടുക്കുന്നറിയാമോ? മാംസമായ ഒരു ഹൃദയം കൊടുക്കും. അപ്പൊ ഇന്ന് രാവിലെ സമയം ദൈവം ഒരു നമ്മുടെ ഹൃദയത്തെ മാറ്റാൻ പോവാ. നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന ആരാ? ഗോഡ്സ് ആർമി ജോയിൻ ചെയ്തു. ഗോഡ്സ് ആർമി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം ചെയ്യുന്ന കല്ലായുള്ള ഹൃദയം അങ്ങ് എടുത്തു മാറ്റി. ഇനിയും റോമാലേഖൻ 2:5 വായിച്ച്, റോമാലേഖൻ 2:5 വായിച്ച്. ഓപ്പറേഷൻ നടക്കുക രാവിലെ. ഹൃദയം വേറെ പുതിയ ഹൃദയം നൽകുക. വായിച്ചത് റോമാലേഖന 2:5 വായിച്ചു. ദാവീദിന്റെ സന്തതിയിൽ നിന്ന് എനിക്ക് 2:5 കാഠിന്യക്കാരും അനുതാപമില്ലാത്ത ഹൃദയക്കാരും നീ ദൈവത്തിന്റെ നീതിയുള്ള ഹൃദയം അനുതാപമില്ലാത്ത ഹൃദയം. എന്താ ഹൃദയം? അനുതാപമില്ല. കാരണം ഒരാളുടെ വിഷയം കേട്ടാൽ നമുക്ക് ഒന്നും തോന്നുന്നില്ലെന്ന്. എന്താന്ന് അല്ലാന്നോ? ഹൃദയത്തെ എടുത്ത് മാറ്റുക. അനുതാപമില്ലാത്ത ഹൃദയം. പലപ്പോഴും ഒരാളുടെ വിഷയം കെട്ടി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് ജിനിസിസ്റ്റ് പറഞ്ഞൊരു വാക്യം ഓർത്തോണേ. ഏതായിരുന്നു? രൂപേന്യരും ഏത് ഗോത്രമായിരുന്നു? ജാതിയരും കർണാലിക്ക് പറ്റിയ സ്ഥലമായി. ഞങ്ങൾക്ക് ഇവിടെ മാത്രം മതി. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ നിങ്ങൾ ഡിസ്കറേജ് ചെയ്യരുത്. നിങ്ങളുടെ സഹോദരന്മാർ ഇതല്ല നിങ്ങളുടെ വാട്സപ്പ് നാട്. വാട്സപ്പ് നാട്ടിലേക്ക് നിങ്ങൾ ഇല്ല. ഇപ്പം കന്നാലിയുടെ പുറയാണ് നടക്കുന്നത്. കന്നാലിക്ക് പറ്റിയ സ്ഥലം. കാരണം അവരുടെ ഹൃദയം കഠിനമായി പോയി. അവർ കന്നാലിയുടെ പുറകെ അവരുടെ ചിന്ത. ഉടനെ അവരോട് പറഞ്ഞു നോക്കണോ? ഇല്ല, നിങ്ങൾ സഹോദരന്മാരോടും കൂടെ പോയി അവരുടെ യുദ്ധസേവ ചെയ്ത് അവർ ജയിച്ചടക്കിയിട്ട് പിന്നെ മടങ്ങി വന്ന് എടുത്തോളാം. അല്ലെങ്കിൽ നീ പാപമാ ചെയ്യുന്നു. ഇവിടെ നമ്മൾ വായിച്ച അനുതാപമില്ലാത്ത ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരാളുടെ വിഷയം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. ഇല്ല, എന്റെ സഹോദരന്റെ ഒരു വിഷയം കേട്ട് കഴിഞ്ഞാൽ അതിനു വേണ്ടി ഇൻട്രസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. നമ്മളെ പറ്റിയല്ല പറയുന്നത്, പുറത്തുള്ളവരെ പറ്റിയാ പറയുന്നത്. നമ്മൾ അനുതാപമുള്ളവരാ. അതുകൊണ്ടാണ് നിങ്ങൾ പ്രേയർ ലൈനിൽ കയറി രാത്രി എല്ലാം പ്രാർത്ഥിക്കുന്നത്. അനുതാപമുള്ള ഹൃദയം. ഒരാളുടെ വിഷയം കേട്ട് കഴിയുമ്പോൾ ആ വിഷയത്തിന് വേണ്ടി പോരാടി പ്രാർത്ഥിക്കാം. മതിന്മേൽ ആക്കി വെച്ചിരിക്കുന്ന കാവൽക്കാരാ നമ്മൾ. അനുതാപമുള്ള ഹൃദയം നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. പുതിയൊരു ഹൃദയത്തെ കൂടെ കല്ലായ ഹൃദയം മാറി മാംസളമായ ഹൃദയം എന്ന് പറഞ്ഞാൽ അനുതാപമുള്ള ഹൃദയം. ഇനി നോക്കിക്കേ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എസെക്കിയേൽ 44:7 വായിച്ച്. എസെക്കിയേൽ 44:7 വേഗം വായിച്ച്. നിങ്ങൾ എന്റെ ആഹാരമായ മേധസ്സും രക്തവും അർപ്പിക്കുമ്പോൾ എന്റെ ആലയത്തെ അശുദ്ധമാക്കേണ്ടതിന് നിങ്ങൾ ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മികളായ അന്യജാതിക്കാരെ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഇരിപ്പാൻ കൊണ്ടുവന്നതിനാൽ നിങ്ങളുടെ സകല മ്ലേച്ഛതകൾക്കും പുറമെ നിങ്ങൾ എന്റെ നിയമവും ലംഘിച്ചിരിക്കുന്നു. പരിച്ഛേദന ഇല്ലാത്ത ഹൃദയം ഇല്ലയോ സിസ്റ്റേ? 44:7 എവിടാ വായിച്ചത്? 44:7 വായിച്ചത്. ആണോ? നിങ്ങളുടെ പരിച്ഛേദന ഇല്ലാത്ത ഹൃദയം വായിക്കുന്നത്. നമ്മുടെ ഹൃദയം പരിച്ഛേദന എന്ന് പറഞ്ഞാൽ ആത്മാവ് പറയുന്ന അനുസരിക്കുമ്പോഴാണ് നമ്മുടെ പരിച്ഛേദനയുള്ള ഹൃദയമായി മാറുന്നത്. അന്യജാതക്കാരുടെ
ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മിയായ യാതൊരു അന്യജാതിക്കാരനും തന്നെ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കരുത്. പരിച്ഛേദന ഇല്ലാത്ത ഹൃദയം എന്ന് പറഞ്ഞാൽ ആത്മാവ് പറയുന്ന അനുസരിക്കുന്നില്ലെങ്കിൽ ആ ഹൃദയത്തിന്റെ പേരെ പരിച്ഛേദന ഇല്ലാത്ത ഹൃദയം. എന്നാൽ ഞാൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, അനുതാപം ഇല്ലാത്ത ഹൃദയം. ഇതുകൊണ്ടാണ് ദാവീദിനെ കൊല്ലുവാൻ ശൗൽ 3000 പേരെ കൊണ്ട് വന്നപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, ഓ ഇതാണ് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഓടിച്ചെന്ന് ശൗലിനെ കൊന്നു കളയാൻ, എന്നിട്ട് നീ രാജാവായിക്കൊള്ളാൻ. ഉടനെ ദാവീദ് പോയി വസ്തുത്തിന് അഗ്രഹം കണ്ടിച്ചപ്പോഴുണ്ടോ ഹൃദയത്തിന് എന്തോ തോന്നി, കുത്തു വന്നു. ഉടനെ പറയുന്നുണ്ടല്ലോ അവൻ യഹോവയുടെ അഭിഷിക്തനാണ്. നോക്കിക്കേ, അതാണ് അനുതാപമുള്ള ഹൃദയം. ഒരു ചെറിയ ഒരു കാര്യം ചെയ്തപ്പോൾ നമുക്കൊരു പ്രജകളോട് നമ്മുടെ ഹൃദയത്തിൽ എന്തോ നമുക്ക് കുറ്റബോധം വരിക, നമുക്ക് മനസ്സാക്ഷി താഴമ്പിച്ചു പോകും. മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും തോന്നത്തില്ലെന്ന്. കാരണം ദൈവാത്മാവ് 10 പ്രാവശ്യം പറയും ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുത്, പിന്നെ ചെയ്യുവാൻ പിന്നെ ദൈവാത്മാവ് സംസാരിക്കത്തില്ല. ദൈവാത്മാവ് മാറിയിരിക്കും, നിങ്ങൾ തന്നെ നടത്തിക്കോ. നമ്മുടെ ഹൃദയം എപ്പോഴും പരിച്ഛേദനയുള്ള ഹൃദയമായിരിക്കണം. ഇനി നോക്കിക്കേ, ഇവിടെ നമ്മൾ വായിക്കുന്ന റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വായിച്ചാൽ, റോമാലേഖൻ 2-ാം അധ്യായം അവസാന വാക്യം 29-ാം വാക്യം വായിച്ചു. യഹൂദനായവനത്ര യഹൂദനൻ, അക്ഷത്തിലുള്ള ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്ര പരിച്ഛേദന. അപ്പം പുറമേ പരിച്ഛേദന ഏറ്റവനല്ല യഹൂദൻ, ഹൃദയത്തിലുള്ള പരിച്ഛേദന എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുള്ള പരിച്ഛേദന ഏറ്റവനാണ് സാക്ഷാൽ യഹൂദൻ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലാണ്. ഏതെങ്കിലും ഒരു കുറ്റബോധം ദൈവാത്മാവ് പറയുകയാണെങ്കിൽ അത് നമുക്ക് ഫീൽ ചെയ്യാൻ ഒക്കുന്നില്ലെങ്കിൽ അത് കല്ലായ ഹൃദയം. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാണ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അനുസരിക്കുന്നെങ്കിൽ മാത്രമേ പിന്നെ ആത്മാവ് സംസാരിക്കത്തുള്ളൂ, അല്ലെ പിന്നെ ആത്മാവ് സംസാരിക്കത്തില്ല. നമ്മൾ അനുസരണക്കേട് കാണി പിന്നെ ആത്മാവ് സംസാരിക്കത്തില്ലെന്ന് ഓർത്തോണേ. കായിനോട് ദൈവം പറഞ്ഞു എന്താണെന്നറിയാമോ, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്ന എന്റെ ആശ നിന്നോട്, നീ അതിനെ കേൾക്കടക്കണം. ഇത്രേ പറഞ്ഞോളൂ. അതിനെ പിന്നെ ഉണ്ടല്ലോ അത് അനുസരിച്ചില്ല. സഹോദരനോട് ചായ കുടിക്കാം നമുക്ക് പോവാമെന്ന് കൊണ്ടുപോയി അവനെ കൊന്നു കളഞ്ഞു. ദൈവാത്മാവ് പറയുന്ന അനുസരിച്ചില്ല. അപ്പൊ നമ്മളോട് ദൈവാത്മാവ് പറയുമ്പോൾ നമ്മുടെ ഹൃദയം എന്താ ഹൃദയം? കല്ലായുള്ള ഹൃദയം ആകരുത്, മാംസളമായ ഒരു ഹൃദയം. അതുകൊണ്ടാണ് എസ്കേൽ വായിക്കുന്ന അവരുടെ കല്ലായ ഗ്രഹബിംബങ്ങളെ എല്ലാം ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ് അവരുടെ കല്ലായുള്ള ഹൃദയങ്ങളെ എടുത്തു മാറ്റിയിട്ട് എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി എന്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കും. ആത്മാവും വചനവും കൂടെ ഉള്ളിൽ വന്നു. പിന്നെ അവർ നടക്കുന്ന അവരുടെ ആലോചന പ്രകാരമല്ല, ദൈവാലോചന യാത്ര ചെയ്യുക. അവർക്ക് എന്തോ കിട്ടും? ദൈവത്താലുള്ള പോഴ്ച ലഭിക്കും. അപ്പൊ നമ്മൾ ആരായിരിക്കുകയാണെന്നറിയാം? ദൈവത്തിന്റെ ആർമിയിലായി തീർന്നിരിക്കുക. ദൈവത്തിന്റെ ആർമിയിലായെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം വരിക, ആത്മാവ് ഉള്ളത്തിൽ തരിക. അമേരിക്കൻ ആർമി ചേർന്ന പോലെ. പിന്നെ അവർ യുദ്ധം ചെയ്യുന്ന അവരുടെ വീടിന് വേണ്ടിയല്ല യുദ്ധം ചെയ്യുന്ന, രാജ്യത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. അവരുടെ വീടും ആ രാജ്യത്തിൽ തന്നെ. അത് ശരിയാ. ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നീ ചെയ്താൽ നിന്റെ ഭവനത്തിന് നന്മയായിരിക്കും. അതാണ് ആർമി ചേർന്നവരുടെ ഉദ്ദേശം എന്ന് അറിയാമോ? പിന്നെ ഫൈറ്റ് ചെയ്യുന്ന ഭാര്യയ്ക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ അല്ല, ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതുപോലാണ്. ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ദൈവരാജ്യത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ദൈവരാജ്യം വരണം, ദൈവ ഇഷ്ടം നടക്കണം, ദൈവനാമം മഹത്വപ്പെടണം. ഇത് മൂന്നും അല്ലാതെ വേറെ ഉദ്ദേശമൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. പറഞ്ഞാൽ വേറെ ഉദ്ദേശമില്ലെന്നോ? ഉദ്ദേശമൊന്നുമില്ല. ആ ഉദ്ദേശമെല്ലാം പോയി. പിന്നെ നമ്മൾ ചെയ്യുന്ന വിഷയമുണ്ടല്ലോ, പിന്നെ ആദ്യം നമ്മൾ പഠിച്ചല്ലോ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി. പിന്നെ ഇനി നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി. ഇനി ദൈവം ആരാണെന്ന് മനസ്സിലാക്കണം. ദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാകണം. ദൈവം ആരാണെന്ന് മനസ്സിലാകണമെങ്കിൽ ദൈവത്തിന്റെ വചനം നോക്കണം. എന്തോ ദൈവം ആരാണെന്ന് അറിയാമോ? 57-ാം സങ്കീർത്തനം പേജിലോട് 2-ാം വാക്യം വായിക്കും. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം, സകലവും നിർവഹിക്കുന്ന ദൈവം. നാം ചോദിക്കുന്നതിന് നനയ്ക്കുന്നതിന് അത്യന്തപരമായി ചെയ്യുവാൻ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ, വാക്തത്വം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തൻ, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുവാൻ കഴിയുന്നവൻ,
ആരും അടയ്ക്കാതെ വണ്ണം വാതിലുകളെ തുറക്കുന്നവൻ, ചന്ദ്രനും യോർദാന്റെ ആഴങ്ങളും വഴിയൊരുക്കുന്നവൻ, മഹാപർവ്വത്തെ കൃപകൃപയെന്ന് ആണിക്കല്ലിനാൽ സമഭൂമിയാക്കി മാറ്റുവാൻ കഴിയുന്നവൻ, വിചാരിച്ചതുപോലെ നിർണയിച്ചതുപോലെ നിവർത്തിപ്പാൻ കഴിയുന്നവൻ, സകലത്തെയും തന്റെ ശക്തിയുടെ വചനത്താൽ വഹിക്കുന്നവൻ. ദൈവം ആരാണെന്ന് പറയുക. നമ്മുടെ ദൈവം ഞങ്ങളുടെ ദൈവത്തെ പറ്റിയുള്ള എരിവ് നമ്മളെ തിന്നുകളയണം. അതുകൊണ്ടാണ് തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചിരിക്കും. ഈ രാജ്യത്തിന് നമ്മൾ ആർമിയിൽ ദൈവത്തിന്റെ ആർമിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ആരാണെന്ന് മനസ്സിലായി, പിന്നെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കണം. ദൈവം ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം വായിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, 2 തിമോഥെയോസ് 1:12 വായിക്കുന്നു, അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എന്റെ ഉപനദി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനും ഞാൻ ഓർത്തിരിക്കണം. അപ്പം ദൈവം ആരാണെന്ന് അറിഞ്ഞു. അതുകൊണ്ടാണ് ഇതൊക്കെ സഹിക്കുന്നത്. ഏത് കഷ്ടം വന്നാലും സഹിക്കുന്ന അറിയാമോ? ഞങ്ങളുടെ ദൈവം ആരാണെന്ന് അറിഞ്ഞു. കപേന്ദ്രോ രാജാവിനോട് പറഞ്ഞ പോലെ ഞങ്ങളുടെ ദൈവം ആരാണെന്ന് അറിയാം. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ദൈവം ആരാണെന്ന് അറിയാം. അപ്പം ദാനിയേലിന്റെ പുസ്തകം 11:32 വായിക്കുന്നു, തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു പ്രവർത്തിക്കും. അപ്പൊ പലപ്പോഴും നമ്മള് ദൈവത്തെ പറ്റിയുള്ള അറിവാണ് നമ്മളെ എന്തുവാക്കി തീർന്നത്, നമ്മൾ വലിയവരാക്കി തീർക്കുന്നു. നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മൾ അറിയണം. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും ആദ്യം, പിന്നെ അവർ വീര്യം പ്രവർത്തിക്കും. അമേരിക്കൻ ആർമിയിൽ ചേർന്ന് കഴിഞ്ഞാൽ പ്രൈസലോട് ഏത് രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പിന്നെ നമ്മൾ വായിക്കുന്ന 1:29-20 വായിക്കും, സകലത്തെയും വലുതാക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ദൈവം. നെഹമ്യാ 13:2 വായിക്കുന്നു, എന്റെ ശാപത്തെ അനുഗ്രഹമാക്കുന്നവൻ, എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്നവൻ, മരിച്ചവരെ ജീവിപ്പിക്കുക, ഇല്ലാത്തവനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവൻ, എന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നവൻ, നമ്മൾ സകല കൃപയും പെരുക്കുവാൻ ശക്തനായവൻ, മരുഭൂമിയിൽ മേശ ഒരുക്കുന്നവൻ, ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കുന്നവൻ, നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോട് തന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരുന്നവൻ, താമരവാദികളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളെ ഗുപ്തനദികളും തരുവാൻ കഴിയുന്നവൻ, തീയുടെ നടുവിലും സിംഹത്തിന് ഗുഹയിലും അലറുന്ന കടലിലും പത്മോസിന്റെ ഏകാന്തതയിലും കൂരൽ താഴ്വരയിലും ഇറങ്ങി വരുന്നവൻ, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ ഉത്തരം വരളുന്നവൻ, വെട്ടിക്കളിയും വെട്ടിലും തുള്ളനും പച്ചപ്പുടിയും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് തക്കവണ്ണം പകരം തരുന്നവൻ, കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവൻ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനു വേണ്ടി തൂണു നിൽക്കുന്നവൻ, എന്റെ മാറായ മധുരമാക്കുന്നവൻ. ആരാന്നറിയാമോ? എന്റെ മാറായ മധുരമാക്കുന്നവൻ, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്നവൻ, എന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നവൻ, ലോകാവസ്ഥാനത്തോട് എന്നോട് കൂടെ ഇരിക്കുന്നവൻ. പ്രിയപ്പെട്ടവരൊക്കെ പോയും എന്നാൽ എന്നോട് കൂടെ ഇരിക്കുന്ന ഒരാളുണ്ട്, ലോകാവസ്ഥാനത്തോടും കൂടെ ഇരിക്കും. വരെയുമുള്ള കാലത്ത് എന്നെ കൈവിടാത്തവൻ, എന്റെ മരുഭൂമിയെ മണൽവാടിയാക്കി തീർക്കുന്നവൻ, സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള എന്റെ വ്യാപാര ശക്തിയുണ്ട്, എന്റെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നവൻ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ, വീടാകുവാൻ നമ്മെ സൂക്ഷിച്ച് മരുമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്തുവാൻ ശക്തിയുള്ളവൻ, മുഖപക്ഷം കൂടാതെ വിധിക്കുന്നവൻ. ഈ ദൈവത്തെ പറ്റിയുള്ള അറിവ് ഇനിയുണ്ട്. സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തും. ഈ ദൈവത്തെ പറ്റിയുള്ള അറിവ് അങ്ങോട്ട് വർദ്ധിക്കുമ്പോഴാണ് പിന്നെ നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. ആഗ്രഹിക്കുന്ന എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആയിത്തീരും. അപ്പൊ നമ്മൾ എന്തുവാ പഠിച്ചതെന്ന് അറിയാമോ? ആദ്യം നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം, പിന്നെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കണം, പിന്നെ നമ്മൾ ചെയ്യേണ്ട വിഷയം അറിയാമോ? നമ്മുടെ ശത്രു ആരാണെന്ന് അറിയണം. നമ്മുടെ ശത്രു ആരാണെന്ന് അറിയണം. നമ്മുടെ ശത്രു എന്ന് പറഞ്ഞാൽ ആരാ? പിശാചാ. പ്രിയപ്പെട്ടവരല്ല, അവരെ അവരെ പിശാച് ഉപയോഗിക്കുന്നേ ഉള്ളൂ. ആരെങ്കിലും പ്രാർത്ഥിക്കാതെയും വചനം വായിക്കാതെ ഇരുന്നാൽ അവര് ശത്രു ശക്തമായിട്ട് ഉപയോഗിക്കും. അപ്പൊ നമ്മൾ അവരോട് പോരാടുന്നത് ജഡപ്രകാരം പോരാടരുത്. നമ്മൾ ദൈവത്തിന്റെ ആർമിയിലാണ് ചേർന്നിരിക്കുന്നത്. നമ്മുടെ ശത്രു ആരാണെന്ന് നമ്മൾ അറിയണം. ശത്രു ആരാണെന്ന് അറിഞ്ഞില്ലേ ഉണ്ടല്ലോ, അമ്മ ആർമി ചേർന്ന ഒരാള് ഗണ്ണെടുത്തോണ്ട് കൂടെ നിൽക്കുന്നതിനെ വെടി വെക്കാൻ തുടങ്ങിയ എന്തുവാ? അയ്യോ, നീ കമാൻഡർ ചോദിച്ചു, നീ ഭ്രാന്തനാണെന്ന് ചോദിക്കും.
ഇവിടെ കുഞ്ഞൻ നിനക്ക് ശത്രു ആരാന്ന് അറിയത്തില്ലയോ? നിന്റെ കൂടെ നിൽക്കുന്നവനല്ല ശത്രു. ഗണ്ണം കൂടെ എടുത്ത് പിടവോന്നൊരു വെടി അങ്ങോട്ട് വെച്ചു. ഉടനെ അവന് പറയാം അവനെന്തോ അസുഖമുണ്ട്. അവന്റെ ശത്രു ആരാണെന്ന് അവന് അറിയത്തില്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്തോ കൂടെ നിൽക്കുന്നവരെ വെടിവെക്കുക. കൂടെ നിൽക്കുന്നവരെ വെടിവെക്കുന്നതിന്റെ അർത്ഥം എന്നറിയാമോ? എന്തോ സാരമായ കുഴപ്പമുണ്ട്. കാരണം കൊണ്ട് ശത്രു ആരാന്ന് അവനറിയാം. കൂടെ നിൽക്കുന്നവരെ വെടിവെക്കുക. പിടപെടാന്ന് കണ്ണില്ല കയ്യില് ഉണ്ട്. പിടവോന്ന് അങ്ങോട്ട് ഇങ്ങനെ പുറമോട്ട് മുന്നോട്ട് നിന്ന് വെടിവെക്കുക. അതിന്റെ അർത്ഥം എന്നറിയാമോ? അവന് തലയ്ക്ക് ഏതോ അസുഖമുണ്ട്. അവന് ശത്രു ആരാണെന്ന് അവൻ അറിയുന്നില്ല. നോക്കണേ, നമ്മുടെ ശത്രു ആരാണെന്ന് നമ്മൾ അറിയണം. പിശാച ആണ് നമ്മുടെ ശത്രു. അവനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. അപ്പം ഈ യുദ്ധത്തില് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ഈ യുദ്ധത്തിന് ദൈവം തന്നിരിക്കുന്ന ആയുധം ശത്രു ആരാണെന്ന് മനസ്സിലാക്കണം. മനുഷ്യരല്ല. ഞങ്ങൾ ജഡത്തിൽ വസിക്കുന്നെങ്കിലും ജഡപ്രകാരം പോരാടുന്നവരല്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധമോ ജഡീകമല്ല. കോട്ടകളെ ഇരിപ്പാൻ ദൈവത്തിന് ശക്തിയുള്ളതാ. ഈ ആയുധമാണ് ദൈവം തന്നിരിക്കുന്നത്. ജഡപ്രകാരം പോരാടുന്നത്. ദൈവത്തിന്റെ ആർമി ചേർന്ന ഒരാളും ജഡപ്രകാരം പോരാടുന്നവരല്ല. ജഡപ്രകാരം പോരാടുന്നെങ്കിൽ അർത്ഥം എന്നറിയാം, നമ്മൾ ദൈവത്തിന്റെ ആർമിയിലല്ല. നമ്മൾ തന്നെ പോരാടുക. ജഡപ്രകാരം പോരാടുന്നവർ ദൈവത്തിന്റെ ആർമിയിലുള്ളവരല്ല. അവരോട് വഴക്കുണ്ടാക്കാൻ ഇവരോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് അവരോട് യുദ്ധം ചെയ്യാൻ പോകുന്നെങ്കിൽ ചിലർ പറഞ്ഞ് 2 വാക്ക് പറഞ്ഞത് എനിക്ക് സ്വസ്ഥത മനസ്സിലുണ്ട്. അവരൊക്കെ ജഡപ്രകാരം പോരാടുന്നവരാ. ആത്മാവിൽ പോരാടുന്നവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ദൈവം തന്നിരിക്കുന്ന ആയുധം എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയാമോ? ഇനി ഞാൻ എപ്പോഴും പറയുന്നതാണ്, ദൈവം തന്നിരിക്കുന്ന ആയുധങ്ങൾ 10 ആയുധം ദൈവം തന്നിരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആർമിയിൽ ചേർന്നവർക്ക് ദൈവം കൊടുത്ത ആയുധമുണ്ട്. ഒന്നാമത്തെ ആയുധം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം. കാരണം അവർ കുഞ്ഞാടിന്റെ രക്തത്താൽ സാക്ഷ്യം വചനത്താൽ പിശാചിനെ ജയിച്ചു. ഒന്നാമത്തെ ആയുധം യേശുവിന്റെ രക്തമാണ്. രണ്ടാമത്തെ ആയുധം എന്ന് പറഞ്ഞാൽ സ്പോക്കൺ വേർഡ് ഓഫ് ഗോഡ്. അവരുടെ വായിലെ വാക്ക്. അവരുടെ വായിലെ വാക്ക് എന്താണ്? വിശ്വാസത്തിന്റെ വാക്കായിരിക്കണം. വേണ്ടാത്ത പറയല്ലേ. വേണ്ടാത്ത പറഞ്ഞാൽ നീ തോറ്റുപോകും. നിശ്ചയമായിട്ട് തോറ്റുപോകും. ദൈവത്തിന്റെ വചനം വായിന്ന് വരുന്നവരാണ് വിശ്വാസികൾ. അല്ല ഇന്ന ചർച്ചിലെ മെമ്പറാന്ന് പറഞ്ഞാൽ പിതാവിനാണ് പിതാവിനാണ് കുഴപ്പമുണ്ട്. അതുകൊണ്ട് പൗലോസിന്റെ കയ്യിൽ നിന്ന് റുമാൽ അങ്ങോട്ട് കൊടുത്തപ്പം ഭൂതങ്ങൾ ഓടുക. കീവയുടെ മക്കൾക്ക് തോന്നി ഇതേ മിനിസ്ട്രി ഞങ്ങൾക്കും വേണമെന്ന്. ഞങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ദ ഡീമൻസ്. അതാണ് വെബ്സൈറ്റിന്റെ പേര്. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡീമനെ ഓടിക്കാൻ ഡീമൻ എന്താണെന്നറിയാമോ? ദുരാത്മാവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്. എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ മതി. ഉടനെ പറയുന്നറിയാമോ? എനിക്കറിയത്തില്ല. ഞാൻ വെബ്സൈറ്റ് ഉണ്ടാക്കിയ കാര്യം അറിയത്തില്ല. എന്താ വെബ്സൈറ്റ് ഒന്നും അല്ല അതിന് ആവശ്യം. അറിയത്തില്ല ഞാൻ ആരാ. നീ എന്ന് വെബ്സൈറ്റ് www ഉണ്ടാക്കും പോയിക്കേ. ഞാൻ ഉണ്ടാക്കി വെബ്സൈറ്റ് അല്ല വിഷയം. ഞാൻ വെബ്സൈറ്റിനെതിരല്ല. പ്രജകളോട് വെബ്സൈറ്റ് കൊണ്ടൊന്നും പൈസാദിനൊക്കെ ഓടിച്ചെല്ലാൻ ഒക്കത്തില്ല. അതുണ്ടെങ്കിൽ നല്ലത് തന്നെ. പിടിച്ചോ. പിശാച് പറയുന്നറിയാം. എനിക്ക് യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം. നീ ആരാന്ന് അറിയത്തില്ല. നീ ആരാന്ന് ചോദിച്ചു. ഉടനെ പിന്നെന്താ എന്നറിയാമോ? പിന്നെ അവനെ എന്താ ചെയ്തു? വായിച്ചാൽ പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കാൻ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. കണ്ടോ? മിനിസ്ട്രിക്ക് പോയതാ. മിനിസ്ട്രിക്ക് പോയപ്പോ ഇപ്പൊ എന്താണെന്നറിയാമോ? നഗ്നരായിപ്പോയി, മുറിവേറ്റവരായിപ്പോയി, ബ്ലഡ് ഒഴുകിക്കൊണ്ടാ ഓടുന്നു. ആരും പറയുന്നു അവര് ചെയ്തുപോലെ ചെയ്യരുത് പ്ലീസ്. ദൈവം പറയാത്ത ചെയ്താൽ നമ്മൾ തോറ്റുപോകും. ദൈവാത്മാവ് നിയമിക്കുന്ന മിനിസ്ട്രി മാത്രമേ ചെയ്യാവൂ. ഒരാൾ കാശ്മീരിൽ പോയി ഞാനും കൂടെ പോവാണ്. കാശ്മീരിൽ പോകരുത്. ദൈവാത്മാവ് പറഞ്ഞെങ്കിൽ മാത്രമേ പോവാവൂ. അല്ലെ ചിലപ്പോൾ മുറിവേറ്റതായിട്ട് തിരിച്ചു വരേണ്ടി വരും. പോകരുത്.
ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞെങ്കിൽ മാത്രമേ പോകാവൂ. കല്ലായുള്ളത് മാറ്റി മാംസമായ ഹൃദയം വേണം. കാരണം ദൈവാത്മാവ് പറയുന്ന കേൾക്കാനുള്ള ഹൃദയം വേണം. ഇവിടെ നമ്മൾ വായിക്കുന്ന വിഷയമുണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വിശ്വാസി എന്ന് പറഞ്ഞാൽ വിശ്വാസം വായിന്ന് പറയുന്നവനാ. ദൈവത്തിന്റെ വചനം വായിന്ന് പുറപ്പെടണം. കർത്താവ് പിശാചിനെ അങ്ങനെ ഓടിച്ചെന്നത് വചനത്താല. ഇറ്റ് ഇസ് റിട്ടൺ എന്ന് പറഞ്ഞപ്പോൾ പിശാച് അങ്ങ് ഓടി. അവിടെ നിൽക്കാനൊക്കത്തില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആയുധം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമം. പറഞ്ഞാട്ട് യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്തിൽ സകല മുഴങ്കാലും മടങ്ങും. യേശുവിന്റെ നാമത്തെങ്കിൽ സകല മുഴങ്കാലും മടങ്ങും. നാലാമത്തെ ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നറിയാമോ? വെപ്പൺ ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ്. വെപ്പൺ ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയർ. ഇതാണ് നാലാമത്തെ ആയുധം. ഈ ആയുധത്തിനൊന്നും ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പൈസ, അതുകൊണ്ട് ഒരു ചെക്കിന്റെ ആവശ്യമില്ല ഈ ആയുധം എടുക്കാൻ. ഇതെല്ലാം ഫ്രീ ആയിട്ട് ദൈവം തന്നിരിക്കുന്ന, ദൈവത്തിന്റെ ആർമിയിൽ ചേർന്നവർക്ക് കൊടുത്തിരിക്കുന്ന ആയുധമാണ്. പിന്നെ ചോദ്യം, അടുത്ത ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അറിയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആയുധം, അടുത്ത ആയുധം പ്രേയിങ് ഇൻ ടങ്. ഇതാണ് പിശാചിന് ഇഷ്ടമില്ലാത്തൊരു ആയുധം. ഇത് എടുക്കുന്നവരെ പിശാചിന് ഒട്ടും ഇഷ്ടമല്ല. കാരണം അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അടുത്തിരിക്കാനൊക്കത്തില്ല. ഇന്നലെ പറഞ്ഞ വിഷയമാണ്. പല ചർച്ചകളിൽ ചെന്ന് അന്യഭാഷ പറയുന്നവരും ഉണ്ട്. കുത്തി പറഞ്ഞാൽ മാത്രം മതിയാണ്. അതിന് ചില വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് കൊണ്ടുവരും. മറ്റുള്ളവർക്ക് എന്തെങ്കിലും തോന്നട്ടെ. അന്യഭാഷയിൽ നിങ്ങൾ കൂടി വരുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് വായിച്ചാട്ട് സങ്കീർത്തനമുണ്ട്. പിന്നെ സങ്കീർത്തനമുണ്ട്. ആ വാക്യം എടുത്താൽ ഒന്ന് 14-ാമത്തെ അധ്യായത്തിലെ വാക്യം എടുത്താൽ കൂടി വരുമ്പോൾ എന്തൊക്കെ വേണം? നിങ്ങൾ കൂടി വാക്യം. ആകയാൽ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയവർദ്ധനയ്ക്കായി ഉതകട്ടെ. ഒരു പ്രാവശ്യം തന്നെ ഉറക്ക വായിച്ചിട്ട് എല്ലാരും കേൾക്കണം. ആകയാൽ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തര് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ വർദ്ധനയ്ക്കായി ഉതകട്ടെ. ഇന്ന് പലയിടത്തും കുറ്റം പറയുമല്ല. സങ്കീർത്തനം ഞാൻ സാക്ഷ്യത്തിന് പോലും സമയമില്ല. ഈ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ സാക്ഷ്യമാണ്. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ സാക്ഷ്യം. എന്റെ ദൈവം എന്നെ വിടുവിച്ച കാര്യമാണ് സാക്ഷ്യം. ഈ പ്രയർ ലൈനിൽ സങ്കീർത്തനമുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എനിക്ക് വലിയ ഇഷ്ടമാണ് സാക്ഷ്യം കേൾക്കുന്നത്. സാക്ഷ്യം കേട്ടാൽ ഞാൻ ഒരു കാലത്തും മറക്കത്തില്ല. ആരുടെ സാക്ഷ്യം കേട്ടാലും ഞാൻ മറക്കത്തില്ല. സ്തോത്രം. എന്നെ സാക്ഷ്യം വളരെ പിടിച്ചു കൊടുക്കും. നിങ്ങൾ കൂടി വരുമ്പോൾ സങ്കീർത്തനമുണ്ട്, പിന്നെന്തോണ്ട്? ഉപദേശമുണ്ട്, സാക്ഷ്യം, വചനമുണ്ട്. മൂന്നാമത്തെ കാര്യം എന്തോള് അതൊക്കെ പറഞ്ഞാൽ ഇല്ലാത്തത് എന്തോന്ന്? വെളിപ്പാടില്ലെന്ന്. എന്തോ ഉള്ളതെന്നറിയാം. എന്തോ ഉള്ളത്? ഐപാഡുണ്ട്. പറഞ്ഞിട്ട് ഐപാഡുണ്ടെന്ന്. ഐപാഡ് നല്ലതാണ്. ഞാനും ഐപാഡ് വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഐപാഡ് നല്ലതാണ്. പക്ഷെ ഐപാഡല്ല വേണ്ടി, വെളിപ്പാടാണ് വേണ്ടി. വെളിപ്പാടില്ലാത്തടത്ത ജനം മര്യാദയായിട്ട് നടക്കും. കൂടി വരുമ്പോൾ വെളിപ്പാട് വേണമെന്ന്. ഒരു ഭക്തന്റെ കയ്യിൽ തുമ്മിലും വേണം, ഉറിയുമ്പം വേണം. വെളിപ്പാട് സത്യവും വേണം. ആ വിഷയത്തെപ്പറ്റി വെളിപ്പാട് കിട്ടണം. വചന വെളിപ്പാട് കിട്ടും. ആ വിഷയത്തെപ്പറ്റി വെളിപ്പാട് വേണമെന്ന്. ആ വെളിപ്പാടെന്ന് പറഞ്ഞാൽ കറക്റ്റ് വേർഡ് പറഞ്ഞു കൊടുക്കണം. കറക്റ്റ് പ്രിസ്ക്രിപ്ഷൻ കിട്ടണം. അതാണ് വെളിപ്പാട്. വചനത്താലുള്ള വെളിപ്പാട് കിട്ടണം. നിങ്ങൾ കൂടി വരുമ്പോൾ എന്തൊക്കെയാ ഉള്ളത്? സങ്കീർത്തനമുണ്ട്, പിന്നെ ഉപദേശമുണ്ട്, പിന്നെ വെളിപ്പാടുണ്ട്. പിന്നത്തെ കാര്യം എന്തോ ഉറക്ക വായിച്ചാട്ട് പറഞ്ഞാട്ട് അന്യഭാഷയുണ്ട്. മതി. ഈ അന്യഭാഷ ഒന്ന് 10 പ്രാവശ്യം ഒന്ന് പറഞ്ഞാട്ട്. മതി. സഭകളിൽ ചെല്ലുമ്പോൾ ചോദിക്കണം, ഇവിടെ അന്യഭാഷ പറയാൻ അനുവദിക്കുന്നവരാണെന്നൊന്ന് ചോദിക്കണം. അന്യഭാഷയ്ക്ക് സ്ഥാനമുണ്ടോ എന്ന് ചോദിക്കണം.
നിങ്ങൾ കൂടി വരുമ്പോൾ അനിവാര്യമുണ്ട്. ഇവിടെ എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കണം. നിങ്ങൾ കൂടി വരുമ്പോൾ സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്. അത് നിന്ന് പോയിട്ടില്ല, അത് നിന്ന് പോയിട്ടില്ല, നിന്ന് പോയിട്ടില്ല, നിന്ന് പോയിട്ടില്ല, നിന്ന് പോയിട്ടില്ല, നിന്ന് പോയിട്ടില്ല. അന്യഭാഷയുണ്ട്. ഇതാണ് പിശാചിന് ഇഷ്ടമില്ലാത്തൊരു ഭാഷ. ഈ അന്യഭാഷ കേൾക്കുമ്പോൾ അവന് പറയാൻ പറ്റും, ഓടും അവിടുന്ന്. നിങ്ങൾ കൂടി വരുമ്പോൾ അന്യഭാഷയുണ്ട്. പിന്നത്തെ അവസാനം എന്തോളൂ? പിന്നത്തെ കാര്യം എന്തോളൂ? വ്യാഖ്യാനമുണ്ട്. വ്യാഖ്യാനമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ടല്ലോ, ഈ പ്രേയർ ലൈൻ ദൈവത്തിന്റെ ആർമി കയറി എല്ലാവർക്കും ഈ 5 കൂട്ടം വേണം. സങ്കീർത്തനം വേണം, ഉപദേശം വേണം, വെളിപ്പാട് വേണം. എല്ലാ ദൈവമക്കൾക്കും അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ആർമി ജോയിൻ ചെയ്തിരിക്കുക. അല്ല, ആരും ഇതിനകത്ത് മെമ്പർ ഇല്ല. അമേരിക്കൻ ആർമി ജോയിൻ ചെയ്തവർ, ദൈവത്തിന്റെ ആർമി ജോയിൻ ചെയ്തവരെല്ലാവരും ആർമി ജോയിൻ ചെയ്ത എല്ലാവർക്കും ഇത് വേണം. സങ്കീർത്തനം വേണം, ഉപദേശവും വേണം, വെളിപ്പാടും വേണം, അന്യഭാഷയും വേണം, വ്യാഖ്യാനവും വേണം. ഈ 5 കൂട്ടം വേണം. എന്നെങ്കിൽ മാത്രമേ ആർമിയിലായെങ്കിൽ ഇത് വേണം. വെളിപ്പാട് വേണം, വ്യാഖ്യാനം വേണം, അന്യഭാഷയും വേണം, ഉപദേശവും വേണം, പിന്നെ സങ്കീർത്തനം വേണം. ഈ 5 കൂട്ടം നമുക്കുണ്ടായിരിക്കണം. ഇത് അല്ലേ ഉണ്ടല്ലോ, നിങ്ങൾ കൂടി വരുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് ഇരിക്കുന്നത്, നിങ്ങൾ കൂടി വരുമ്പോൾ ഇത് വേണം. കൂടി വരുമ്പോൾ ഇതില്ലെങ്കിൽ അർത്ഥം ഒരു കാര്യമാണ്, ദൈവത്തിന് വലുതായിട്ട് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അപ്പം അന്യഭാഷ പറയുമ്പോൾ പ്രേയിങ് ഇൻ ടങ്സ് ഡീമനെ ഓടിക്കുന്നതാണ്. അതൊരു ആയുധമാണ്. എന്തുവാ പറഞ്ഞത്? ആയുധം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമായിരിക്കുന്നോ? എല്ലാവരും സന്തോഷമായി. സന്തോഷത്തോടെ അല്ലല്ലോ പറഞ്ഞത്. കൂടി വരുമ്പോഴുണ്ട് അന്യഭാഷയാണല്ലോ. എല്ലാവരും അന്യഭാഷ 5 പ്രാവശ്യം പറഞ്ഞത്. കൂടി വരുമ്പോൾ അന്യഭാഷയുണ്ട്, അന്യഭാഷയുണ്ട്, വെളിപ്പാട്. കൂടി വരുമ്പോൾ സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, വെളിപ്പാടുമുണ്ട്. പ്രേയറിലേക്ക് കൂടി വരുമ്പോൾ ഉണ്ടല്ലോ നമുക്കിത് വേണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും വ്യാഖ്യാനം വേണം, എല്ലാ പ്രിയപ്പെട്ടവർക്കും വെളിപ്പാട് വേണം, അന്യഭാഷ വേണം. ഇതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും നമ്മളെല്ലാവരും ആർമി ചേർന്നവരാ, യുദ്ധക്കളത്തിൽ നിൽക്കുന്നവരാ. നമ്മൾ മൊത്തം പേരും വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക. നമ്മൾ വായിക്കുന്ന വിഷയമുണ്ടല്ലോ, പിന്നത്തെ ആയുധം എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് ആൻഡ് ലൂസിങ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നൊക്കെ സ്വർഗത്തിൽ കെട്ടും, ഭൂമിയിൽ അഴിക്കുന്നൊക്കെ സ്വർഗത്തിൽ അഴിക്കും. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ അഴിക്കാതിരുന്ന എങ്ങനെ സ്വർഗത്തിൽ അഴിക്കുന്നു? നമ്മുടെ വാവുകൊണ്ട് അഴിക്കണം. അത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ in the name of Jesus, demons leave. ഇരുട്ടിന്റെ എപ്പിസോഡ് 5:11 വായിച്ചാട്ടെ സിസ്റ്റർ, വായിച്ചാട്ടെ. ഇരുട്ടിന്റെ നിഷ്പ്രവർത്തികൾ കൂട്ടാളികളാകരുതെന്ന് വാക്യം വായിച്ചാട്ടെ, വേഗം വായിച്ചാട്ടെ. സകല സഗുണവും നീതിയും സത്യവുമല്ല വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 15 അല്ലെ 20 പ്രാവശ്യം ശാസിച്ചില്ലെങ്കിൽ അർത്ഥം എന്നറിയാമോ? യുദ്ധകളത്തിലല്ലെന്ന് എന്റെ അർത്ഥം. ശാസിക്കണം. ഇരുട്ടിന് നിഷ്ഫലപ്രവൃത്തികൾ കോംപ്രമൈസ് ചെയ്യരുത്. കോംപ്രമൈസ് ചെയ്തവൻ യുദ്ധകളത്തിലല്ല നിൽക്കുന്നത്, അവൻ ആർമി ജോയിൻ ചെയ്തിട്ടില്ല. ഇരുട്ടിന് നിഷ്ഫലപ്രവൃത്തികൾ കോംപ്രമൈസ് ചെയ്യരുത്. ഇരുട്ടിന്റെ നിഷ്ഫലപ്രവൃത്തി കൂട്ടാളികളാകരുത്. ഇവിടെ നമ്മൾ വായിക്കുന്ന വിഷയമുണ്ടല്ലോ, ദൈവാത്മാവ് പറയുന്ന നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നൊക്കെ സ്വർഗത്തിൽ കെട്ടും, ഭൂമിയിൽ അഴിക്കുന്നൊക്കെ സ്വർഗത്തിൽ അഴിക്കും. അതൊരു ആയുധമാണ്. പിന്നത്തെ ആയുധം എന്നറിയാമോ? പിന്നത്തെ ആയുധം എന്ന് പറഞ്ഞാൽ പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഒരു ആയുധം നമ്മൾ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പടിയിരിക്കുവാരെയാണ്. ദൈവം യുദ്ധം ചെയ്യും നമുക്ക് വേണ്ടി. യോശാഫാത്തിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്തതെന്ന് പറയാമോ? അവർ പാടി സ്തുതിച്ചേ ഉള്ളൂ, അവരൊന്നും ചെയ്യാൻ പോയില്ല. അവർ ആത്മീയ ആയുധം എടുത്തു.
പിന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നത്തെ ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ആർമർ ഓഫ് ഗോഡ്. ഇതില്ലാതെ പോകരുത്. യേശുവിനെ പിൻപറ്റിയ ഒരു ശിഷ്യന്റെ കാര്യം പറഞ്ഞാൽ ചെറിയൊരു പുറപ്പ് ചുറ്റിക്കൊണ്ട് പോയത്. ആ വാക്യം അറിയാം, ഓർമ്മയുണ്ടോ? പ്രജലോട് നഗ്നനായിട്ട് ഓടിപ്പോയി. അപ്പൊ നമുക്ക് ആയുധം ഹോൾ ആർമർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചിരിക്കണം. എല്ലാ ആർമിയിൽ ജോയിൻ ചെയ്തവരെ സർവായുധവർഗം ധരിച്ചിരിക്കണം. സർവായുധവർഗം എന്നറിയാമോ? ബെൽറ്റ് ഓഫ് ട്രൂത്ത് ബക്കിൾ അറൗണ്ട് യുവർ വേസ്റ്റ്, ബ്രസ്റ്റ്പ്ലേറ്റ് ഓഫ് റൈറ്റ്യസ്നെസ്. പിന്നത്തെ ആയുധം എന്തോ? കാലിൽ എന്തോ വേണ്ടിയെന്നറിയാമോ? സമാധാനം സുവിശേഷത്തിനായി ഒരുത്തൻ കാലിന് ചെരുപ്പാക്കണം. സമാധാനം. നമ്മൾ എവിടെ ചെന്നാലും സമാധാനം കൊടുക്കുന്നവർ, കേക്ക് ഉണ്ടാക്കുന്നവരല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മളെ സമാധാനം ഉണ്ടാക്കുന്നവരായിത്തീരണം. എവിടെ ചെന്നാലും സമാധാനം കൊടുക്കുന്നവരായിത്തീരണം. പറഞ്ഞാൽ കൊടുക്കുന്നവരായിത്തീരണം. സമാധാനം ഉണ്ടാക്കുന്നവരായിത്തീരണം. അവരാ ദൈവത്തിന് പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ നമ്മുടെ കാല് എവിടെ കൊണ്ട് ചവിട്ടിയാലും അവിടെ സമാധാനം വരണം. സമാധാന സുവിശേഷത്തിനാണ് ഒരുക്കം കാലിന് ചെരുപ്പാക്കണം. പിന്നെ തലയിൽ വേണ്ടിയ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, ബ്രസ്റ്റ്പ്ലേറ്റ് ഓഫ് റൈറ്റ്യസ്നെസ്, പിന്നെ ആത്മാവിന്റെ ആയുധം ഏറ്റവും വലിയ ആത്മാവ്. അതുകൊണ്ട് ഹോൾ ആർമർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ാമത്തെ ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ആൻഡ് അനോയിറ്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതാണ് വെളിപ്പാട്. അതിനകത്ത് വരും. കൃപാവരങ്ങളാൽ നിറയപ്പെട്ടിരിക്കണം. സഭകളിൽ എന്ത് വേണം? വെളിപ്പാട് വേണം, വ്യാഖ്യാനം വേണം. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഗിഫ്റ്റ് ആൻഡ് അനോയിറ്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പിന്നത്തെ ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പ്രൈസിലോട് അത് എന്നും എടുക്കാൻ ഞാൻ പറയുന്നില്ല. സ്തോത്രം. ആത്മാവ് നിയമിക്കുന്ന പോലെ എന്തോന്നറിയാമോ? കമ്മ്യൂണിയൻ. അത് വിശുദ്ധിയോടൊന്ന് എടുക്കാമോ? അത് ഓടുപോടുന്നു. വിശുദ്ധിയോട് എടുത്തായിരുന്ന എന്തോ നടക്കുന്നറിയാം? ശിക്ഷാവധി എന്തോ ബാക്കി പറഞ്ഞാട്ട് അനേകരും മരിക്കുവാനും ഇടയാകും. ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ വലിയ ചർച്ചകൾ ചുമ്മാ കൊടുത്തതാണ്. കഴിച്ചിട്ട് എല്ലാം മാറ്റി നിന്നിട്ട് പോവുക. അയ്യോ, പരാജയപ്പെട്ടു. അങ്ങനൊക്കെ തിന്ന അങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഞാൻ ബാംഗ്ലൂരിലെ അവിടുത്തെ ചർച്ചിന്റെ അകത്ത് പറയാമേ, ഇഷ്ടംപോലെ ആൾക്കാർ വരുമേ. ഞാൻ പറയും, സ്നാനപ്പെട്ടവര് ഈ മനുഷ്യനോട് അവിടെയുണ്ട് പരാതിയും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ സ്നാനപ്പെട്ട ദൈവത്തോട് മനുഷ്യരോട് നല്ല പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ, നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ അവർ മാത്രം മുന്നോട്ട് വരാൻ പറയും. അല്ലാത്തവരെ പുറമോട്ട് മാറാൻ പറയും. പേടിയില്ല എനിക്ക് എന്തിനാ പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? ദൈവത്തോട് നല്ല പ്രാഗൽഭ്യം ഉള്ളവർ മാത്രം ഇങ്ങോട്ട് മുന്നോട്ട് നിൽക്കാൻ പറയും. അവർക്ക് കമ്മ്യൂണിയൻ കൊടുക്കണം, അല്ലാത്തവർ കൊടുക്കത്തില്ല. ഞാൻ അയ്യോ, അത് മോശമല്ലേ, മോശം മരിച്ചുപോയി. കമ്മ്യൂണിയൻ കൊടുക്കുമ്പോ ഉണ്ടല്ലോ അതിനകത്തൊരു ലൈൻ വേണം. അവര് തന്നെ ഒരു പിണക്കവും ഇല്ല. അപ്പം മനസ്സിലായി സ്നാനപ്പെടാത്തവർ കമ്മ്യൂണിയൻ കൊടുക്കത്തില്ലെന്ന് മനസ്സിലായി. അല്ല, എല്ലാവരും കൂടെ തിന്നാൻ കൊടുക്കുന്ന അത് വീട്ടിലെ കഴിപ്പാ. കമ്മ്യൂണിയൻ അല്ലത്. കമ്മ്യൂണിയൻ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ കർത്താവിന്റെ വരവോളം ഇത് ചെയ്യുവിൻ. ഇത് അശുദ്ധിയായി എടുത്തു കഴിഞ്ഞാൽ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുക. വിശുദ്ധിയൊക്കെ എടുക്കാമോ? ഹീലിംഗ് അന്നേരം നടക്കും. ഹീലിംഗ് വിശുദ്ധിയോടെ എടുക്കാമോ? ഇത് പ്രൈസിലോട് ഇത് തിന്നുന്നവൻ എന്നാൽ ജീവിക്കുമെന്ന് വായിക്കുന്നു. യോഹന്നാൻ കേട്ട ഒരു വാക്യമുണ്ട്. ആ വാക്യം വായിച്ചാൽ ഇത് തിന്നുന്നവൻ കേട്ട ധിക്കാര ബൗഡ്. യോഹന്നാൻ കേട്ട 6-ാം അധ്യായത്തിലെ വാക്യമുണ്ട്. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടായി. ഞാൻ ഉത്തരത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. പിന്നെ എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു.
പിന്നെ ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്ന പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്ത പോലെയല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. കണ്ടോ, തിരുത്താലത്തിന്റെ കാര്യം ഇത് പറയുന്നല്ല. അതെ, അത് വളരെ സത്യമായ കാര്യമാണ്. ഇത് വിശുദ്ധിയോട് എടുത്താലുണ്ടല്ലോ വിടുതൽ നടക്കും. ഒരു ആയുധമാണ്. വിശുദ്ധിയോട് എടുക്കണം. മനസ്സിൽ വേറെ അതും ഇതും വെച്ചോണ്ട് വിഗ്രഹം വെച്ചോണ്ട് എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ ശാപം വരും നമ്മുടെ വീട്ടില്. ദൈവം വിശുദ്ധിയോട് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടല്ലോ ഇത് തിന്നുന്നവൻ എന്നാ അവർ ജീവിച്ചിരിക്കും. ഇത് വിശുദ്ധിയോടെ എടുത്തു കഴിഞ്ഞപ്പം പ്രൈസിലോട് അപ്പം യൂദായ്ക്ക് എന്തോ പറ്റിയ യൂദാ കർത്താവ് കൊടുത്ത അപ്പം കയ്യിലെടുത്തപ്പോ എന്തോ വന്നു അകത്തോട്ട്. ഓർമ്മയില്ല വാക്യം. സാത്താൻ അകത്തോട്ട് കയറിയെന്ന് ചിന്തിച്ചോനെ. കാരണം ഉള്ളിൽ വേറെ ഉണ്ടായിരുന്നു, പണത്തിന്റെ കാര്യമാണ് ഉള്ളിലിരുന്നത്. സാത്താൻ അങ്ങ് ഉള്ളിലോട്ട് കയറിയെന്ന്. ആ വാക്യം വായിച്ചു ഓർമ്മയുണ്ടോ? ഇവിടെ കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. കണ്ട, അപ്പം വാങ്ങിയപ്പോഴല്ല സാത്താൻ ഉള്ളിലോട്ടം കടന്നു. ചിന്തിച്ചോണേ, കർത്താവ് കൊടുക്കുക, വേറെ ആരും കൊടുത്തതല്ല. കർത്താവ് കൊടുത്ത അപ്പം തിന്നപ്പോഴല്ല സാത്താൻ. ഒരു പ്രാവശ്യം കൂടെ ആ വാക്യം വായിച്ചെടുത്ത്. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. കണ്ടോ, കാരണം ഉള്ളിലെ വേറെ പിശാച് ഉണ്ടായിരുന്നു. പണത്തിന്റെ പിശാച്, പണത്തിന്റെ പിശാച്. കാരണം ട്രഷറല്ലയോ, യേശുവിന്റെ മിനിസ്റ്റർ ട്രഷറാ. പണച്ചിന്ത മാത്രമേ ഉള്ളൂ ഉള്ളില്. അപ്പോ ഉണ്ടല്ലോ ഇത് കണ്ണം വാങ്ങിയ ഉടനെ ഉണ്ട് അവനോട് അകത്താൻ കയറി. പിന്നെ നോക്കുന്നതെന്നറിയാമോ? വേഗം ചെയ്തോളാൻ അയാള് ഉമ്മം കൊടുത്തിട്ട് പിന്നെ അവസാനം കയറെ തൂങ്ങി കിടപ്പുണ്ട് ആള്. നോക്കിക്കേ, അപ്പം തിരുത്താലും ഇതുണ്ടോ നോക്കിക്കേ. ഉടനെ അകത്ത് പിശാചും കയറി. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കരുത് എന്ന് ഞാൻ പറയും, എപ്പോഴും പറയും. എന്തെങ്കിലും ആരോടെങ്കിലും ഭാരവും പ്രയാസവും ഉണ്ടെങ്കിൽ എടുക്കരുത്. അത് ക്രമീകരിച്ച ശേഷമേ എടുക്കാവൂ, അല്ലാതെ എടുക്കരുത്. ചുമ്മാ തിന്നിട്ട് പോകരുത്. അത് വീട്ടിലെ ഫുഡാ, തിരുത്താലുമല്ല. വീട്ടിലെ ഫുഡ് കഴിക്കുന്നതിന് കുഴപ്പമില്ല, കഴിച്ചോ. തിരുത്താലും എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചോ. എന്തെങ്കിലും ഭാരം ഉണ്ടെങ്കിൽ എടുക്കരുത് എന്ന് ഞാൻ പറയും, എടുക്കരുത്. അത് ക്രമീകരിച്ച ശേഷം മാത്രമേ എടുക്കാവൂ. അല്ലെങ്കിൽ അവനോട് അകത്ത് കയറുവന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയത്ത് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുക. എന്തൊക്കെയാണ് നമ്മൾ സംസാരിച്ച്? നമ്മൾ ഇന്ത്യ അമേരിക്ക ദൈവത്തിന്റെ ആർമി ചേർന്നിരിക്കുക. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം, ദൈവം ആരാണെന്ന് മനസ്സിലാക്കണം, ശത്രു ആരാണെന്ന് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട വിഷയമുണ്ടോ, നമ്മുടെ ആയുധം എന്തുവാണെന്ന് മനസ്സിലാക്കണം. ഇത്രയും കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കണം. നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രേരണ നൽകുന്ന വിഷയത്തിന് വേണ്ടി മതിൽമേലാക്കി വെച്ച കാവൽക്കാരായി മാറണം. അങ്ങനെ മാറിയാൽ ദൈവം നമുക്ക് വേണ്ടി നിശ്ചയമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കും. നമ്മളെ ദൈവാത്മാവ് പറയുന്ന പോലെ നമുക്ക് യുദ്ധം ചെയ്യാം. ദൈവാത്മാവ് പറയുന്ന പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മളെ ഈ വചനങ്ങളെ സഹായിക്കുമാറാകട്ടെ.